നമുക്കുണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഈ ക്ലാസ് റൂമിലുള്ള പലവർക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ആ ക്ലാസ് ഒരു സ്ത്രീകളുടെ ഹൈലും ഇസ്തിഹാലത്തും നിഫാസും മാത്രം സാധിക്കുമെങ്കിൽ ഞാൻ സാഹിത്യത്തിലേക്കും അല്ലെങ്കിൽ ഒരു നല്ല ശൈലിയിലേക്കും മാറ്റിയാൽ ചിലപ്പോൾ മസാല സാധാരണക്കാർക്ക് തിരിയാൻ പ്രയാസകരമായി തീരും. ഏതായിരുന്നാലും മറ്റൊരുത്തനെ കേൾപ്പിക്കുമ്പോൾ അവനിക്കും അത് ഉപകാരം ചെയ്ത് ആ ശൈലി ഉൾക്കൊള്ളാൻ സാധിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ അടുത്ത തിങ്കളാഴ്ച മുതലാണ് എല്ലാ തിങ്കളാഴ്ചയും ഒരു 1.5 മണിക്കൂർ നമ്മുടെ സ്ത്രീകൾക്ക്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അത് നിർബന്ധം നമുക്കാണ്, നമ്മുടെ ഭാര്യന്മാർക്കല്ല, നമ്മൾ പതിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം സ്വന്തം പിതാവ് മരിച്ചേടത്തേക്ക്, സ്വന്തം ഉമ്മ മരിച്ചേടത്തേക്ക്, സ്വന്തം ആങ്ങള മരിച്ചേടത്തേക്ക് എന്നല്ല, സ്വന്തം മകൻ മരിച്ചേടത്തേക്ക് ഒരു ഭാര്യയ്ക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ എന്തു വേണം? ഒരു ഭർത്താവിന്റെ സമ്മതം വേണം. ഒരു തിങ്കളാഴ്ച ദിവസത്തെ സുന്നത്ത് നോമ്പ് നോൽക്കണമെങ്കിൽ ഭർത്താവ് നാട്ടിൽ ഹാജറുണ്ടെങ്കിൽ ഭർത്താവിന്റെ സമ്മതം വേണം. ഭർത്താവിന്റെ സമ്മതമില്ലാതെ ആ നോമ്പ് നോറ്റാൽ അത് ഹറാമാണ്. ഇതല്ലേ ഇസ്ലാമിക വീക്ഷണം. അങ്ങനെ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു ഭർത്താവിന്റെ സമ്മതം ഇല്ലാതെ ആ സംഗതി ചെയ്യാൻ പറ്റൂല. പക്ഷേ നോക്കൂ, അതിൽ നിന്ന് ചിലത് മാത്രമാണ്. ഒരു നിർബന്ധമായ ഹജ്ജിന് പോവാൻ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന്റെ സമ്മതത്തിന്റെ ആവശ്യം ഇല്ലെങ്കിലും ഭർത്താവിന്റെ സമ്മതം ഇല്ലാതെ ഒരു ഭാര്യ ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ, അതല്ലെങ്കിൽ ഒരു ഉംറയ്ക്ക് ഇഹ്റാം ചെയ്താൽ, ആ ഭാര്യയ്ക്ക്, ആ ഭർത്താവിന് തോന്നുകയാണ് ആ ഇഹ്റാമിൽ നിന്ന് തഹ്ലീലാക്കാൻ, എന്റെ ഭാര്യ ഹജ്ജിന് ഇഹ്റാം ചെയ്ത കാരണത്താൽ, എന്റെ ഭാര്യ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്ത കാരണത്താൽ എനിക്ക് ഞാൻ വിചാരിച്ച സംഗതി നടക്കുന്നില്ല, അതുകൊണ്ട് നീ ആ ഇഹ്റാമിൽ നിന്ന് ഒഴിവാവണമെന്ന് കൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ട്. ഇതൊക്കെ ഈ വിഷയത്തിന്റെ വരാൻ പോകുന്നതിന്റെ ഗൗരവം തിരിയാനാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം ഇസ്ലാം ഇങ്ങനെ ഭർത്താവിനെ 100% അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ പോവത്തെ, ഒന്നുകൂടി പറയട്ടെ, ഭർത്താവിനൊരാഗ്രഹം ഭാര്യയുടെ കൈത്തണ്ടയിലേക്ക് നോക്കണം. അത്രേ ഭർത്താവിന് ആഗ്രഹമുള്ളൂ. വേറൊന്നും ഭർത്താവ് ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. അവനുടെ കൈത്തണ്ടയിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കാൻ ഒരു ആഗ്രഹം, അങ്ങനെ ഇപ്പോൾ ആഗ്രഹം വരിക ഒരു അന്തം കമ്മി ഭർത്താവിനേക്കാൾ. എന്താ ഒരു കയ്യുമൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കട്ടെ, അവൻ അന്തം കമ്മിയോ എന്തോ ആവട്ടെ, ആ ഒരു ഭർത്താവിന്റെ ആഗ്രഹം അങ്ങനെയാണെന്ന് സങ്കല്പിക്കുക. പക്ഷേ ഒരു ഭാര്യ അതിനനുവദിച്ചില്ല. നിന്റെ കയ്യിലേക്ക് നോക്കാൻ പാടില്ല, അത് ഞാൻ അയക്കൂലാന്ന് പറഞ്ഞു. പക്ഷെ അത് പിണക്കമായി തീരുമെന്നാണ്. അതാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. പക്ഷെ ഞാൻ പറയുന്നത്, അങ്ങനെ എല്ലാറ്റിനും ഭർത്താവിന്റെ സമ്മതം വേണം സുന്നത്ത് നോമ്പ് നോൽക്കാൻ എന്നല്ല. റമളാനിൽ നിന്ന് ഖളാ ആയിപ്പോയ ഫർള് നോമ്പ് ഖളാ വീട്ടാൻ വിശാലമായ സമയം ഉള്ളപ്പോൾ, ഉദാഹരണം പറയാ, റമളാനിൽ നിന്ന് ഒരു 10 നോമ്പ് ഒരു ഭാര്യയായ സ്ത്രീക്ക് ഖളാ ആയി പോയിട്ടുണ്ട് എന്ന് സങ്കല്പിക്കുക. പക്ഷെ ഇവിടെ മുഹറം മാസമായിട്ടുള്ളൂ, ഇനി വിശുദ്ധമായ റമളാൻ വരാൻ ഇനിയും ഒരുപാട് മാസങ്ങളുണ്ട്. ഈ 10 നോമ്പ് നോറ്റുകൂട്ടുവാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. പക്ഷെ ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ ജീവിതത്തിൽ ഖളാ ആയിപ്പോയ റമളാനിലെ നോമ്പ് നോൽക്കാൻ വിശാലമായ സമയമുള്ളപ്പോൾ ഭർത്താവിന്റെ സമ്മതമില്ലാതെ ആ പെണ്ണിന് നോമ്പ് ഖളാ വീട്ടാൻ പറ്റൂലാണ് മസ്അല. ഞാൻ ഇത്രയും മസ്അലകളിലേക്ക് സൂചിപ്പിച്ചത് ഒരു ഭാര്യ ഒരു ഭർത്താവിനെ എങ്ങനെ അനുസരിക്കണം എന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ്. എന്നാൽ ഇനി പറയാൻ പോകുന്നതൊന്ന് ശ്രദ്ധിക്കുക. ഇത് കേട്ടവരിഷ്ടം പോലെ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. പുതിയ റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി അടുത്ത തിങ്കളാഴ്ച ഈ വിഷയം എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ വിഷയം ഒന്നുകൂടി ആവർത്തിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ വഫയുടെ ഭാഷയിൽ ആവർത്തനം ഗുണവർദ്ധനവ് എന്ന തത്വത്തിൽ നമുക്ക് പറയാം. ഒരു ഭാര്യക്ക് ഹൈള് ഇസ്തിഹാലത്ത് പോലോത്ത ആ ഫർള് ഐനായ വിഷയങ്ങൾ പഠിക്കാൻ അതൊരു ഭർത്താവ് പഠിപ്പിക്കണം. ഭർത്താവ് ആലിമാണെങ്കിൽ, ഇൻകാന സൗജു ആലിമൻ,
ഒരു ഭർത്താവ് അത് സംബന്ധമായി വിവരം, അല്ലാതെ ഓൾക്ക് ഫറായിലിന്റെ മസ്അല അറിയണം, നിക്കാഹിന്റെ മസ്അല അറിയണം, അല്ലെങ്കിൽ വഖഫിന്റെ മസ്അല അറിയണം, അങ്ങനത്തെ ആലിമല്ലേ ഉദ്ദേശിക്കുന്നത്. ഒരു പെണ്ണിന് ആവശ്യമായ ഹൈളിലും ഇസ്തിഹാലത്തിലും നിഫാസിലൊക്കെയും ആവശ്യമായ മസ്അലകൾ എന്തൊക്കെയാണെന്ന് പഠിപ്പിക്കാൻ വിവരമുള്ള ഒരു ഭർത്താവാണെങ്കിൽ ആ ഭർത്താവാണ് ഈ വിഷയങ്ങൾ ആ ഭാര്യയ്ക്ക് പഠിപ്പിക്കേണ്ടത്. അല്ല, അങ്ങനെ ആ ഭർത്താവിന് വിവരം ഇല്ലെങ്കിൽ ആ ഭർത്താവ് പറ്റാകുന്ന ഉസ്താദന്മാരോട് ചോദിച്ചിട്ട് ഈ വിഷയം ഭാര്യയ്ക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ചോദിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ചിലപ്പോൾ സൗകര്യം ലഭിക്കില്ല എന്ന് വരും, ഇല്ലേ? ഉദാഹരണം പറയാ, ഇപ്പൊ പ്രവാസികൾക്ക്, ഗൾഫുകാരായ ജോലിക്കാർക്ക് ചിലപ്പം ഗൾഫിലാണ്, ചില ഗൾഫിലൊക്കെ ഒരുപാട് ഉസ്താദന്മാരുണ്ട്, അവരെല്ലാ സമയത്തും ഡ്യൂട്ടിയിലും അവരവരുടെ ജോലിയിലുമാണ്. അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന UAE ഒരു ഭാഗത്ത് ചുറ്റുഭാഗത്ത് ഉസ്താദന്മാരൊന്നും ഇല്ല. അങ്ങനെ ഒന്നും തന്നെ ചോദിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ സൗകര്യമില്ല. അങ്ങനെ വന്നേക്കാം. അല്ലെങ്കിൽ ഇനി എങ്ങനെയും വന്നേക്കാം, സംഗതി ഉസ്താദന്മാരൊക്കെ ഇഷ്ടം പോലുണ്ട്. ആ ഉസ്താദ് വിശദീകരിച്ചതുപോലെ തന്റെ ഭാര്യയ്ക്ക് തിരിച്ചു വിശദീകരിച്ചു കൊടുക്കാൻ സൗകര്യം, അതിനുള്ള ഒരു പ്രാപ്തി, അതിന് നമ്മുടെ ഉസ്താദന്മാരൊക്കെയും ഭാഷയിൽ പറഞ്ഞാൽ തഫ്ഹീം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇവർക്ക് വിഷയം മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും അത് മറ്റൊരാൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവ് അതില്ലാത്ത എത്രയോ പേരുണ്ട്. അങ്ങനെ വരാം. അങ്ങനെ വരുന്ന നേരത്ത് എന്ത് ചെയ്യണം? ഈ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന സദസ്സിലേക്ക്, മജ്ലിസുകളിലേക്ക് ആ ഭാര്യയെ പറഞ്ഞയക്കൽ നിർബന്ധമാണ്. ഇനി ഭർത്താവ് പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ ഭർത്താവിന്റെ സമ്മതം ഇല്ലാതെ തന്നെ ഈ ഭാര്യയ്ക്ക് ഇതിന് പുറത്തിറങ്ങാം. നേരത്തെ പറഞ്ഞല്ലോ, റമളാനിൽ നിന്ന് ഖളാ ആയിപ്പോയ ഫർള് നോമ്പ് വിശാലമായ സമയമുള്ളപ്പോൾ ഭർത്താവ് ഹാജറുണ്ടെങ്കിൽ ആ റമളാനിലെ ഖളാ ആയിപ്പോയ നോമ്പ് ഖളാ വീട്ടാൻ ഭർത്താവിന്റെ സമ്മതം വേണം എന്ന് പറയുന്ന ഇസ്ലാം. സുന്നത്ത് നോമ്പ് നോക്കാൻ ഭർത്താവ് ഹാജറുള്ളപ്പോൾ ഭർത്താവിന്റെ സമ്മതം വേണമെന്ന് പറയുന്ന ഇസ്ലാം. ഭർത്താവ് ഉമ്മ മരിച്ചേടത്തേക്ക്, ഉപ്പ മരിച്ചേടത്തേക്ക്, ആങ്ങള മരിച്ചേടത്തേക്ക് പോവണമെങ്കിൽ ഭർത്താവിന്റെ സമ്മതം വേണമെന്ന് പറയുന്ന ഇസ്ലാം പറയുന്നു, പെണ്ണെ നിന്റെ അയലിന്റെയും ഇസ്തിഹാലത്തിന്റെയും മസ്അല പഠിപ്പിക്കുന്ന സദസ്സിലേക്ക് പോവാൻ നിന്റെ ഭർത്താവിന്റെ സമ്മതത്തിന്റെ ആവശ്യം ഇല്ല. കാരണം വിഷയത്തിന്റെ ഗൗരവമാണത്. അത് പഠിക്കാതെ ഒരു പെണ്ണിന് യാതൊരു നിവൃത്തിയുമില്ല. അതല്ല, യാദർശികമായി ഒരു ഭർത്താവ് അത് തടഞ്ഞു നിർത്തി. ഭർത്താവ് പറഞ്ഞു ഞാൻ അത് നിങ്ങൾക്ക് തിരിയാണ്. ആ ഭർത്താവ് തടഞ്ഞു നിർത്തുന്ന ഒരു മസ്അല നിങ്ങൾക്ക് തിരിയാൻ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ എല്ലാവരും നമ്മെ അംഗീകരിക്കുന്ന നമ്മുടെ നേതൃത്വം ഇപ്പോൾ സുന്നി ബോർഡിന്റെ മദ്രസയിലെ കീഴിലായി, അല്ലെങ്കിൽ SYSന്റെ കീഴിലായി, അല്ലെങ്കിൽ SSFന്റെ കീഴിലായി ഒരു മതപഠന ക്ലാസ് സ്ത്രീകൾക്ക് നടക്കുന്നു. അതിൽ കാര്യമായി വിശദീകരിക്കുന്നത് ഹൈലും ഇസ്തിഹാലത്തുമാണ്. പക്ഷേ നാട്ടിലെ ഒരുപാട് സ്ത്രീകൾ അത് കേൾക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ അത് AP ഉസ്താദിനെ നേതൃത്വം നൽകുന്ന ഒരു സംഘടന നടത്തുന്ന മതപഠന ക്ലാസ് ആയതുകൊണ്ട് ആ നേതൃത്വത്തെ അംഗീകരിക്കാത്ത മറ്റൊരു പുരുഷനായ ഭർത്താവ് പറഞ്ഞു ആ സദസ്സിലേക്ക് പോകാൻ പറ്റൂല, അത് ഞാൻ സമ്മതിച്ചൂല എന്നൊരു ഭർത്താവ് പറഞ്ഞാൽ ഈ ഭാര്യയ്ക്ക് നിർബന്ധമായും ആ സദസ്സിൽ പങ്കെടുക്കാം. വിഷയം ഇതുപോലത്തതാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കണേ. എന്തെങ്കിലും വിളിച്ചു പറയുന്ന സദസ്സ് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അല്ല, ഭർത്താവ് തടഞ്ഞു. ഈ പെണ്ണെന്ത് ചെയ്യണം? അവിടെ റമളാനിലെ നോമ്പ് ഖളാ ആയ നോമ്പ് വിശാലമായ സമയമുള്ളപ്പോൾ ഭർത്താവ് തടഞ്ഞാൽ ആ പെണ്ണ് ആ തടയൽ സ്വീകരിച്ച് നോമ്പ് ഒഴിവാക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. നേരെ മറിച്ച് ഭർത്താവിന് വിവരമില്ല, ഭർത്താവിന് ചോദിച്ചു പറഞ്ഞു മനസ്സിലാക്കി തരാൻ കഴിവുമില്ല, പഠിപ്പിക്കുന്ന സദസ്സിലേക്ക് പറഞ്ഞയക്കുന്നുമില്ല. ഈ പെണ്ണിനോട് ഞാൻ ഇസ്ലാം എന്ന് പറയുന്നത് ഷാഫി മദ്ഹബ് പ്രകാരമാണ് കേട്ടോ. ഈ ഷാഫി മദ്ഹബ് പറയുന്നത് പെണ്ണെ നിന്റെ മഹല്ലത്തിലെ ഖാലിയോട് നീ പരാതി ബോധിപ്പിക്ക്. നോമ്പ് നോക്കാൻ അനുവദിച്ചില്ലെങ്കിൽ, അതല്ലെങ്കിൽ ഉമ്മ മരിച്ചേടത്തേക്ക് പോവാൻ ഭർത്താവ് അനുവദിച്ചില്ലെങ്കിൽ ഫിഖിൽ അങ്ങനെ ഒരു മസ്അലയില്ല. ഖാലിയോട് പറഞ്ഞിട്ട് എന്റെ ഭർത്താവ് എന്റെ അമ്മ മരിച്ചോത്തേക്ക് പറഞ്ഞയക്കണില്ല, എന്റെ വാപ്പ മരിച്ചോത്തേക്ക് പറഞ്ഞയക്കണില്ല, ഇന്ന റമളാനിലെ നോമ്പ് ഖളാവിട്ട് അയക്കണില്ല, ഇന്ന തിങ്കളാഴ്ചക്കത്തെ സുന്നത്ത് നോമ്പ് നോക്കാൻ അയക്കണില്ല, ഖാലിയോട് പരാതി പറയണമെന്ന് ഫിഖിൽ ഒരു നിയമമില്ല.
നേരെ മറിച്ച് നിർബന്ധമായ ഹൈലും ഇസ്തിഹാലത്തിന്റെയൊക്കെയും മസ്അല പഠിപ്പിക്കുന്ന സദസ്സിലേക്ക് ഭർത്താവ് പറഞ്ഞയക്കുന്നില്ലെങ്കിൽ, ഭർത്താവ് പഠിപ്പിച്ചു തരുന്നുമില്ലെങ്കിൽ, ഭർത്താവ് ചോദിച്ചിട്ട് പറഞ്ഞു തരുന്നുമില്ലെങ്കിൽ, മൊബൈൽ വൈക്കോ റേഡിയോ വൈക്കോ കേൾപ്പിച്ചു തരുന്നുമില്ലെങ്കിൽ പറഞ്ഞയക്ക് തടുത്താൽ ആ പെണ്ണിന്റെ കാലിയോട് ചെന്ന് പരാതി പറയണം. എന്താ പരാതി പറയേണ്ടത്? എനിക്ക് ഹൈല് സംബന്ധമായ ഇസ്തിഹാലത്ത് സംബന്ധമായ മസ്അലകളൊന്നും അറിയില്ല, എന്റെ ഭർത്താവിനത് അറിയുമില്ല, പഠിപ്പിക്കുന്ന സദസ്സിലേക്ക് എന്നെ പറഞ്ഞയക്കുന്നുമില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഭർത്താവിനെ കാലിയാറ് വിളിക്കണോ? രണ്ടാലൊന്ന് കാലി അവരെ നിർബന്ധിപ്പിക്കണോ? എന്താ നിർബന്ധിപ്പിക്കേണ്ടത്? ഒന്നിരിക്കൽ നീ നിന്റെ ഭാര്യയ്ക്ക് ആവശ്യമായ നിർബന്ധമായ മസ്അലകൾ പഠിപ്പിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന സദസ്സിലേക്ക് പറഞ്ഞയക്ക്. നോക്കൂ നിങ്ങൾ, ഞാൻ ഈ സമയത്ത് ഒരുപാട് പുരുഷന്മാര് കേൾക്കുന്നുണ്ട്, അവരിതിന്റെ ഗൗരവം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഒരുപാട് സഹോദരിമാര് മനസ്സിലാക്കുന്നുണ്ട്. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട് പ്രിയപ്പെട്ട അടിമിനിമാർ. ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൽ മെമ്പേഴ്സിന്റെ എണ്ണം കാണിക്കുന്നത് 280 ആണെങ്കിൽ 280 പേരല്ല, 1000-ലധികം പേര് ഈ ഒരു സമയത്ത് ഈ ക്ലാസ് ശ്രമിക്കുന്നവരുണ്ട് എന്ന ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ സന്തോഷത്തിലാണ് ഞാൻ ഈ വിഷയം ഇത്രയും പറഞ്ഞത്. ആവർത്തനം ഗുണവർദ്ധനവ് എന്ന തത്വം മുൻനിർത്തി ഞാൻ വീണ്ടും ഒന്ന് ആവർത്തിച്ചത്. അതുകൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും അങ്ങനത്തെ ഒരു ക്ലാസ്, അങ്ങനെ സ്ത്രീകൾക്ക്, അത് പുരുഷന്മാരെന്ന് അന്നും ഞാൻ കേൾക്കേണ്ട അല്ല, അപ്പൊ നമ്മൾ വിധി പറഞ്ഞല്ലോ, പുരുഷന്മാരാണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം, എന്നിട്ട് അതൊരു മെമ്മറി കാർഡ് വാങ്ങി അതിലേക്ക് അങ്ങോട്ട് സെൻഡ് ചെയ്ത് ആ മെമ്മറി കാർഡ് വീട്ടിലേക്ക് പാൽപ്പൊടി കൊടുത്തയക്കുമ്പോൾ, വീട്ടിലേക്ക് സോപ്പ് കൊടുത്തയക്കുമ്പോൾ, തന്റെ റൂമിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന വ്യക്തിയുടെ അടുക്കൽ മിക്സ് കൊടുത്തയക്കുമ്പോൾ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിന്റെ കടലാസിൽ ആ ഭാര്യയ്ക്ക് ആ മിക്സ് കൊടുത്തയക്കുന്നത് എന്റെ ഭാര്യയ്ക്ക് അമ്മിം മരക്കാൻ വയ്യ എന്നുള്ള സന്തോഷം കൊണ്ടാണ്. ആ പാൽപ്പൊടി കൊടുത്തയക്കുന്നത് എന്റെ ഭാര്യ കട്ടൻ ചായ കുടിച്ചിട്ട് എന്റെ ഭാര്യയുടെ ശരീരം നഷ്ടപ്പെടുത്തരുത് എന്ന ആഗ്രഹം കൊണ്ടാണ്. അങ്ങനെ ഗൾഫിൽ നിന്ന് പല സാധനങ്ങളും നാട്ടിലേക്ക് വരുന്നവരുടെ അടുക്കൽ കൊടുത്തയക്കുന്നത് ഈ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കൂട്ടുകാരെ, KMIC ശ്രോതാക്കളെ, അതിന്റെ ഇടയിൽ എന്റെ ഭാര്യയെ എനിക്ക് സ്വർഗത്തിൽ ലഭിക്കണം മസാരിത്തതിന്റെ പേരിൽ ഒരു കാരണവശാലും നരകത്തിന്റെ അവകാശിയായിക്കൂടാ. പ്രത്യേകിച്ച് യാ അയ്യുഹല്ലദീന ആമനു തഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ എന്നൊരായത്ത് കാണാം. നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ ഭാര്യ സന്താനങ്ങളുടെ ശരീരത്തെയും നരകത്തെ സൂക്ഷിക്കുക എന്നുള്ളതിനൊരു പരിഹാരമായി ഒരു മെമ്മറി കാർഡ് പൊതിഞ്ഞ് പ്രത്യേകമായി കൊടുത്തയക്കുക. ഭാര്യയ്ക്ക് വിളിച്ചു പറയുക, ഈ മെമ്മറി കാർഡ് നിന്റെ മൊബൈലിൽ നീ ഇടുക. എന്നിട്ട് അതിൽ കുറച്ച് ക്ലാസുകളുണ്ട്, ആ ക്ലാസുകൾ ശ്രദ്ധിച്ച് ഇനി അതിലും നിനക്ക് സംശയമുണ്ടെങ്കിൽ എന്നെ വിവരമറിയിച്ച് പരിഹാരം ഞാൻ എത്തിച്ചു തരാം. ഇതെല്ലാം പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് രണ്ടാമതായി ഞാനൊരു കാര്യം പറയട്ടെ. ഈ വിഷയത്തിലൊരു വിശാലമായ പഠനം നടത്തി ഇന്ന് ലോകത്തുള്ള ഭാര്യന്മാർക്ക്, എന്റെ വീട്ടിൽ 4 സ്ത്രീകളുണ്ടെങ്കിൽ ഇത് 4 പേർക്കും 4 രൂപത്തിലാണ് വിഷയങ്ങൾ വരുന്നത്. എന്റെ ഭാര്യയ്ക്കുള്ള അവസ്ഥയല്ല എന്റെ പെങ്ങൾക്ക് ഈ വിഷയത്തിൽ വരുന്നത്. അവൾ 2 പേർക്കുമുള്ള രൂപത്തിലല്ല എന്റെ അനുജന്റെ ഭാര്യയ്ക്ക് വരുന്നത്. ആ 3 കോലത്തിലുമല്ല എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയ്ക്ക് വരുന്നത്. ഞാൻ പറയുന്നത് എല്ലാത്തിന്റെയും വിധി പരിപൂർണമായി മനസ്സിലാക്കിയിട്ടാണ് ഒരു ക്ലാസ്സിന് ഒരുങ്ങുന്നത് എന്ന നിലക്കല്ല. അറിയുന്നതെല്ലാം പറഞ്ഞ് പിന്നെ സംശയങ്ങൾ വരുമ്പോൾ വീണ്ടും പഠനം നടത്തി എനിക്കും പഠിക്കാം, നിങ്ങൾക്ക് സംശയങ്ങളും തീർക്കാം എന്നൊരു അവസരമാണ് എന്റെ പ്രിയപ്പെട്ട KMICയുടെ അടിമിനിമാരുടെ സമ്മതത്തോടു കൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് ഇങ്ങനെ ഒരു വിഷയത്തിന് സമ്മതം ചോദിച്ചിട്ടൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷെ അവർക്കാർക്കും ഇതിൽ എതിരുണ്ടാവുകയില്ല. കാരണം നന്മയ്ക്ക് വേണ്ടി നന്മ പ്രചരിപ്പിക്കുവാൻ, നന്മയുടെ ഭാഗത്തേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണല്ലോ KMIC പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ഇരുന്നിങ്ങനെ ആലോചിച്ചപ്പോ ഈ വിഷയത്തെ പറ്റിയിട്ടൊരു ചർച്ച നോക്കൂ. നിങ്ങൾ
കൂട്ടത്തിൽ ഞാൻ ഇതിന്റെ വിഷയത്തിന്റെ ഗൗരവം തിരിയാൻ ഒരു പോയിന്റ് കൂടി പറയട്ടെ. ഇന്ന് 35 വയസ്സോ 30 വയസ്സോ ഉള്ള ഒരു സഹോദരിക്ക് പലപ്പോഴും ഇസ്തിഹാലത്തിന്റെ മസ്അല ആവശ്യമാകുന്നില്ല. നേരെ മറിച്ചൊരു 42-45 വയസ്സാകുമ്പോൾ വലിയ വിഷയങ്ങളാണ്. ഇന്നലെ മിഞ്ഞാനായി ഈ വിഷയത്തിൽ കാരണം ഒരു സ്ത്രീ മെൻസസ് ബ്ലോക്ക് ആക്കാൻ വേണ്ടി എന്തോ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മെൻസസ് ബ്ലോക്ക് ആക്കാൻ വേണ്ടി ഗുളിക കഴിക്കുകയും പിന്നീട് ആ രക്തം 1 മാസം വരെ നിൽക്കാതെ പുറപ്പെടുകയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ 1 മാസം ഞാനിങ്ങനെ ഗുളിക കഴിച്ചതാണ്, 1 മാസം മെൻസസ് ബ്ലോക്ക് ആക്കാൻ വേണ്ടി. പക്ഷേ അടുത്ത മാസം രക്തം കണ്ടപ്പോൾ നിൽക്കാതെ പുറപ്പെടുകയാണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ഏതാണ് ഹൈല്, ഏതാണ് ഇസ്തിഹാലത്ത് അറിയാതിരുന്നാൽ മുഅ്മിനീങ്ങളെ എത്ര വഖത്ത് നിസ്കാരമാണ് ഖളാ ആയി പോകുന്നത്. അതുകൊണ്ട് വളരെയധികം പഠനാർഹമായ ഒരു വിഷയമാണ്. എന്റെ കഴിവിന്റെ പരമാവധി ഞാനത് പ്രിയക്കാത്ത രൂപത്തിൽ, പിന്നെ പ്രത്യേകിച്ച് എന്റെ ക്ലാസ് റൂമിലുള്ള ഉസ്താദന്മാരൊക്കെയും ചിലപ്പം പലവരും പല മസ്അലകളും കേട്ടവരുണ്ടാകും. അത് അബൂയ്യാൻ പറഞ്ഞതുകൊണ്ട് ഇനി അങ്ങനെ തന്നെ ആയിരിക്കും എന്നാലും ചിന്തിക്കാതെ നമ്മൾ ഇങ്ങനൊരു ഇബാദത്ത് അവരെ കണ്ടു, അപ്പൊ എന്തായിരിക്കും നമ്മൾ ചർച്ചയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഫിഖ്ഹ് പപ്പടം പോയല്ല പഴം എന്ന് കാരണവന്മാർക്കൊരു ചൊല്ലുണ്ട്. നമ്മളൊരു സ്വർഗത്തിന്റെ വയല് പറയാൻ, അല്ലെങ്കിൽ ഒരു നരകത്തിന്റെ വയല് പറയാൻ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഷയം പറയുമ്പോഴല്ല ഫിഖ്ഹിന്റേത്. ആ ഫിഖ്ഹിന്റെ ഗൗരവം മഹാനായ കന്നിയത്തുസ്താദ് ഫിഖ്ഹിനെ സംബന്ധിച്ച് പറഞ്ഞ ഒരു ഉദാഹരണം മഹാനായ പൊന്മല ഉസ്താദ് ഒരിക്കലും ഫിഖ്ഹിയായ മസ്അല ചർച്ച ചെയ്ത കൂട്ടത്തിൽ വിശദീകരിക്കുകയുണ്ടായി. ഞാൻ വിഷയത്തിലേക്ക് വരാം. അതുകൊണ്ട് അബദ്ധങ്ങൾ വരാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. മഹാനായ കന്നിയത്തുസ്താദ് ഒരു ഫിഖ്ഹിന്റെ മസ്അലയുടെ ഉദാഹരണം പറഞ്ഞത് അത് ഞാൻ കന്നിയത്തുസ്താദിൽ നിന്ന് നേരിട്ട് കേട്ടതല്ല. മഹാനായ ശൈഖുന പൊന്മല ഉസ്താദ് ആഫിയത്തുൽ ആയുസ് നൽകുമാറാവട്ടെ, പൊന്മല ഉസ്താദിൽ നിന്ന് ഞാൻ കേട്ടതാണ്. അതായത് ഞാൻ ചെല്ലുന്നത്, ഒരു വൈദ്യരുടെ അടുക്കൽ ഞാൻ ചെല്ലുന്നത് ഒരു വയറുവേദന എന്ന് പറഞ്ഞിട്ടാണ് ചെല്ലുന്നത്, അല്ലെങ്കിൽ എന്റെ കയ്യിനൊരു ബലമില്ല എന്ന് പറയുന്നത് ഒരു രോഗമാണ്. ഞാൻ നാഥൻ വൈദ്യനോട് പറയുന്നത് ഒരു രോഗമായിരിക്കും. പക്ഷെ ആ രോഗത്തിന് മരുന്നായി ആ വൈദ്യൻ ഒരു കഷായത്തിന്റെ മരുന്ന്, ഒരു പൊതി നമ്മുടെ കയ്യിൽ തരും. ആ കഷായത്തിന്റെ പൊതി നമ്മൾ കത്തയച്ചാൽ 25ഓളം കൊത്തുമരുന്നുകൾ അതിലുണ്ടാകും. 25 പറയട്ടെ, ദശമൂലാരിഷ്ടം. അവരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താണ് ഈ അരീഷ്ടത്തിന് ദശമൂലാരിഷ്ടം എന്ന് പേര് വെക്കാൻ കാരണം? 10 മരുന്ന് ചേർന്നുണ്ടാക്കിയത് കൊണ്ട് ദശം എന്ന് പറഞ്ഞാൽ 10 എന്ന അർത്ഥം ഉണ്ടായത് കൊണ്ടാണ് ദശമൂലാരീഷ്ടം എന്ന് ആ അരീഷ്ടത്തിന് പേര് വെക്കാൻ കാരണം എന്ന് പറയുമ്പോൾ, ദശ കൊണ്ട് തുടങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട മരുന്ന് അതിൽ ഉണ്ടായത് കൊണ്ടാണ് ദശമൂലാരീഷ്ടം എന്ന് പേര് വന്നത്. വിശദവിവരം മാതൃഭൂമി ആരോഗ്യ മാസിക വായിക്കുന്നവർക്ക് അറിയുന്നതാണ്. ഏതായിരുന്നാലും 25ഓളം മരുന്ന് ചേർത്തിട്ടാണ് ആ വൈദ്യൻ നമുക്ക് മരുന്ന് തരുന്നത്, അല്ലെ? പക്ഷേ എന്നിട്ടത് കൊണ്ടുവന്ന് ഒരടങ്ങായി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് ചുരുക്കി എന്തായി നായിയാക്കി. ആ നായിയിൽ നിന്ന് ഒരു ഉരിയെടുത്ത് വീണ്ടും അത് ചൂടാക്കി മേപ്പതി ചേർത്ത് കഴിക്കുക. ഇതാണ് ഇവന്റെ ഒരു രോഗത്തിന് പറഞ്ഞ മരുന്ന് വൈദ്യൻ. ഈ ഒരു രോഗത്തിനുള്ള മരുന്ന് 25ഓളം കഷായത്തിന്റെ കൊത്തുമരുന്നുകൾ കൂട്ടി ഒരടങ്ങായി വെള്ളത്തിൽ വെച്ച് കുറുക്കി അത് നായിയാക്കി അതിൽ നിന്ന് ഉരിയെടുത്ത് മേപ്പരി ചേർത്തി കഴിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവന്റെ രോഗത്തിന്റെ മരുന്നാകുന്നത്. എന്നതുപോലെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരു കിതാബിൽ കണ്ടത് അതല്ല ഫിഖ്ഹിന്റെ മസ്അല, അതല്ലെങ്കിൽ 2 കിതാബിൽ കണ്ടതല്ല ഫിഖ്ഹിന്റെ മസ്അല. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് ഫിഖ്ഹിൽ. ശാഫിഈ മദ്ഹബിൽ തന്നെ മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് തന്നെ എത്രയോ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളുണ്ട്. തൊയ്ഫയിൽ പറഞ്ഞതല്ല ഫത്ഹുൽ ജവാദിൽ പറയുന്നത്. ഇത് 2ലും പറയുന്നതിന് എതിര് ചിലപ്പോൾ തന്റെ ഫത്താവൽ കുബ്രയിൽ കാണാം, അത് 2നും എതിര് ചിലപ്പോൾ തന്റെ ശറഹ് ബാഫറിൽ കാണാം. അപ്പോൾ ഇബ്നു ഹജർ വ്യത്യസ്തമായ ഗ്രന്ഥത്തിന് പരസ്പരം എതിരായി തോന്നുന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇബ്നു ഹജറിന്റെ അഭിപ്രായം റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ഹജറിന്റെ അഭിപ്രായം തൊയ്ഫ പറഞ്ഞതോ ഫത്താവുൽ കുബ്ര പറഞ്ഞതോ ഫത്ഹുൽ ജവാദ് പറഞ്ഞതോ
ചർച്ചയ്ക്ക് വിധേയമാക്കി അത് തമ്മിൽ പരസ്പരം എതിരില്ല. ഇനി വ്യക്തമായി എതിരാണെന്ന് കണ്ടാൽ തന്നെ ഇവിടെ തൊയ്ഫക്കാണ് മുൻഗണന. തൊയ്ഫയിൽ തന്നെ ഞാൻ എന്റെ പ്രിയപ്പെട്ട കുറച്ചൊക്കെയും ശ്രദ്ധിക്കുന്ന ഉസ്താദന്മാര് എന്റെയൊക്കെ അബദ്ധങ്ങൾ വരുമ്പോ അത് ക്ലിപ്പാക്കാതിരിക്കാനും നമ്മൾ സഹകരിച്ച് മസ്തലകളൊക്കെയും കൂടുതൽ പഠിക്കാൻ തയ്യാറാവുക. ചിലപ്പം തൊയ്ഫയിൽ പറയുന്നത് കാണാം, ഒരു മസ്തല പറയും, എന്നിട്ട് പറയും ലാക്കിൻ എങ്കിലും മസ്തല മാറ്റി പറയാൻ. അപ്പോൾ അവിടെ ലാക്കിനിന്റെ മുമ്പ് പറഞ്ഞതോ ലാക്കിനിന്റെ ശേഷം പറഞ്ഞതോ അലാമാക്കാല ഇങ്ങനെ വിശാലമായി പോവുകയാണ് ഫിഖിന്റെ ചർച്ച. അതുകൊണ്ടാണ് മഹാനായ കന്നിയത്ത് ഉസ്താദ് പറഞ്ഞത്, ഇങ്ങനെ നോക്കി ആറ്റി കൊതുക്കി കിട്ടിയത്, അഥവാ 25 കഷായത്തിന്റെ മരുന്നുകൾ ഒരടങ്ങായി വെള്ളത്തിൽ വെച്ച് ആറ്റി ചുരുക്കി കിട്ടിയ ഒരു നായി വെള്ളമില്ലേ, അതാണ് യഥാർത്ഥത്തിൽ ഇവന്റെ മരുന്ന്. ആ കഷായത്തിൽ നിന്നൊരു 10 സൈസ് മരുന്നെടുത്ത് 15 സൈസ് മരുന്ന് ഒഴിവാക്കി കഷായം വെച്ചു കുടിച്ചു, എന്റെ രോഗം മാറിയില്ല എന്ന് പറഞ്ഞാൽ ഈ കഷായത്തിന്റെ മരുന്ന് എഴുതിയ വൈദ്യൻ അതിന് ഉത്തരവാദിയല്ല. ഞാൻ ഇത്രയും പറഞ്ഞത് നമുക്ക് തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന ഈ വിശാലമായ ഈ ഒരു ക്ലാസ് അള്ളാഹു നിലനിർത്തി പെരുമാറാവട്ടെ. പ്രത്യേകിച്ച് പറയാനുള്ളത്, ചിലപ്പോൾ ഞാൻ പറയുന്നത് പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി സമ്മതം തന്നാലും ബൈലക്സിൽ കയറാൻ പറ്റിക്കോന്നില്ല, അതിന് ബൈലക്സിന് സമ്മതം തരണം. ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി എനിക്ക് സമ്മതം തന്നിക്കുന്ന ക്ലാസ് റൂമിൽ കയറാമെന്ന് വിചാരിച്ചാൽ ബൈലക്സ് അനുവദിച്ചില്ലെങ്കിൽ നടക്കില്ല. അല്ലെങ്കിൽ ഞാൻ നാട്ടിലാണ്, ചിലപ്പോൾ സ്വാഭാവികമായി എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടാവും. എങ്കിലും ഇപ്പൊ ഉള്ള ശ്രോതാക്കളോട് ഞാൻ പറയുന്നു, കഴിവിന്റെ പരമാവധി ആ ഒരു സമയത്തുള്ള ക്ലാസ് എന്നിൽ നിന്ന് മുടങ്ങാതിരിക്കാനും നിങ്ങളുടെ ശ്രോതാക്കളിൽ നിന്ന് അത് ശ്രദ്ധിക്കുന്ന വിഷയത്തിൽ മുടങ്ങാതിരിക്കാനും നിങ്ങളൊക്കെയും അതിന് സഹകരിക്കണം. അതൊരു എല്ലാ വീടുകളിലേക്കും, നിങ്ങൾക്ക് ബന്ധപ്പെട്ട മുഴുവൻ വീടുകളിലേക്കും ആ വിഷയം അറിയിച്ച് എല്ലാവരെയും അറിയിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം കൂടി, ഏതായാലും ഒരു ഫാമിലി ക്ലാസ് എന്നാണല്ലോ, സ്ത്രീകളൊക്കെയും പങ്കെടുക്കുന്ന ശ്രദ്ധിക്കുന്ന ഒരു ക്ലാസ് ആയതുകൊണ്ട് ഇന്ന് ഗൾഫ് മേഖലയിൽ നിന്നൊരുപാട് വ്യക്തികൾ വിളിച്ചു പറയുന്ന ഒരു പരാതി എന്താണെന്നറിയുമോ? ഉസ്താദെ, ഞാൻ നാട്ടിലേക്ക് ഫോൺ ചെയ്ത സമയത്ത് ഭാര്യയോട് ചൂടായപ്പോ ഞാൻ ഇങ്ങനൊരു വാക്ക് ഉപയോഗിച്ചു പോയി, അതുകൊണ്ട് എന്റെ തലാക്ക് പോവുകയാണ്. ഭാര്യ ചൂടായി, അപ്പൊ ഞാനും ചൂടായി, ദേഷ്യം പൊളിച്ചിട്ട് ഞാൻ ഇങ്ങനൊരു വാക്ക് പറഞ്ഞു, അതുകൊണ്ട് തലാക്ക് പോവുകയാണ്. തലാക്ക് അത് ഓരോരുത്തരും ഉപയോഗിച്ച വാക്ക് നോക്കി ചിലപ്പം തലാക്ക് പോയിന്ന് വരും, തലാക്ക് പോയില്ലാന്ന് വരും. പക്ഷെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഇനി ക്ഷണിക്കുന്നത് അതിലേക്കല്ല. ഇങ്ങനെ ഭാര്യയോട് സംസാരിക്കുമ്പോ അപമര്യാദയായി ഭാര്യ ഇങ്ങോട്ട് സംസാരിക്കാൻ കാരണം എന്താണെന്നാണ് ഞാൻ ചിന്തിക്കേണ്ടത്. ഞാനൊരു പ്രവാസി ജീവിതത്തിലും ഗൾഫിന്റെ മനരാരുണ്യത്തിൽ വിഷമം സഹിച്ച് ഞാൻ എന്റെ വിഷമം പ്രയാസങ്ങളും എന്റെ ഭാര്യയോട് പറഞ്ഞപ്പോ എന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും എന്റെ താടി നരച്ചതും മീശ നരച്ചതും കഷന്തിത്തലയൊന്നും നോക്കാതെ അവനെന്നോട് ചൂടായില്ലേ, ഇത് കൊണ്ട് തലാക്ക് പോകൂലേ, അത് ഓരോരുത്തരുടെ വാക്കിനനുസരിച്ച് പോയിന് വരും, പോയില്ലാന്ന് വരും. പക്ഷെ എന്റെ ഭാര്യകളെ ചൂടാവാൻ കാരണം എന്താണ്? അതാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഞാൻ ഈ ഫാമിലി ക്ലാസ്സിൽ ഈ ഒരു വിഷയം ചർച്ചക്കെടുക്കാൻ കാരണം ഒരുപാട് വ്യക്തികൾ പലപ്പോഴും വിളിച്ച് ഉസ്താദെ പറയാൻ അങ്ങോട്ട് പറഞ്ഞുപോയി, അതുകൊണ്ട് ഇനി എന്താ ചെയ്യുക, പോവൂലേ. അതുകൊണ്ട് നമുക്ക് അടിസ്ഥാനപരമായി അതിനൊരു ചികിത്സ നടക്കാം. എന്താണ് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമ എന്ന് വളരെ വ്യക്തമായി നമ്മുടെ ഭാര്യന്മാർക്ക് മനസ്സിലാക്കി കൊടുത്താൽ തന്നെ ഒരു സന്തോഷകരമായ ജീവിതം നമ്മുടെ കുടുംബത്തിൽ ലഭിക്കും. അതുകൊണ്ട് ഈ സമയത്ത് ഈ ക്ലാസ് ശ്രവിക്കുന്ന മുഴുവൻ സഹോദരിമാരോട് ആരാണ് ഭർത്താവ് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ആ ഭർത്താവിന് ഇസ്ലാം നൽകുന്ന സ്ഥാനം എത്രയാണ്? കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് ഫാമിലി ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഇന്ന ഭാഗം ചർച്ച ചെയ്യാം. നമുക്ക് പുരുഷന്മാരുള്ള ഒരുപാട് സമയങ്ങളൊക്കെ നമുക്കല്ലാത്ത സമയത്ത് മൈക്കെടുക്കാറുണ്ട്. പുരുഷന്മാരായ നമ്മളും ഭാര്യന്മാർക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. പലപ്പോഴും നമ്മുടെ ഭാര്യന്മാർക്കൊരു മാന്യത കൽപ്പിക്കാത്ത, അല്ലെങ്കിൽ അവരുടെ മനസ്സിന് സ്നേഹം കൊടുക്കുന്ന കൊടുക്കാത്ത വർത്തമാനങ്ങളാണ് പലപ്പോഴും ദേഷ്യം വരുമ്പോൾ നമ്മളിൽ നിന്ന് വരുന്നത്. മുമ്പൊരു ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾ ബുദ്ധിയുള്ളവരെയാണോ അതല്ല ഭംഗിയുള്ളവരെയാണോ വിവാഹം ചെയ്യുന്ന സമയത്ത് തീരുമാനിച്ചത് എന്ന് ചോദിച്ചു. ബുദ്ധിയുള്ളവരെ കല്യാണം കഴിക്കണം എന്നാണോ നിങ്ങൾ ആഗ്രഹിച്ചത്, ഭംഗിയുള്ളവരെ കല്യാണം കഴിക്കണം എന്നാണോ നിങ്ങൾ ആഗ്രഹിച്ചത്? ആ സമയത്ത് ഭർത്താവ്
പറഞ്ഞത് രണ്ടും ആഗ്രഹിച്ചിട്ടില്ല, അതുകൊണ്ട് അജിന്റെ ഭാര്യ ആയത് എന്നാണ്. അതിന്റെ അർത്ഥം എന്താ? ചോറ് തിന്നുന്നവർക്ക് തിരിയില്ലേ, ഞാൻ ഭംഗിയില്ല ബുദ്ധിയില്ല എന്നാണ്. ബുദ്ധിയുള്ളവരാകണോ ഭംഗിയുള്ളവരാവണോ എന്നാണോ നിങ്ങൾ ചിന്തിച്ചത് എന്ന് ചോദിച്ചപ്പോ അത് രണ്ടും ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് നീ എന്റെ ഭാര്യയായതെന്ന് പറഞ്ഞാൽ അതിന്റെ ആകത്തുക എന്താണ്? എനിക്ക് ബുദ്ധിയില്ല, ചൊറുക്കില്ല. ഇത് കേൾക്കുമ്പോ ഭാര്യയുടെ മനസ്സ് വേദനിക്കുകയാണ്. ഈ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, ഈ ഭർത്താവിന് ആരോ ഉണ്ട്, അതുകൊണ്ടാണല്ലോ ഇന്നോട് ഇങ്ങനെ എന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്കുകള. ആ വേദനിപ്പിക്കുമ്പോൾ പിന്നീട് നിങ്ങൾ ഫോൺ ചെയ്യുന്ന സമയത്ത് അത് പകരം തീർക്കാനായിരിക്കും ആ ഭാര്യ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രദ്ധിക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയട്ടെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യന്മാർ ആരെങ്കിലും ഇതുപോലത്തെ വിഷയങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവരോട് പറയുക, പ്രിയപ്പെട്ട ഭാര്യ, നിനക്കൊരുപാട് കടമകളുണ്ട്, അത് മനസ്സിലാക്കി നീ ജീവിക്കണം. അപ്പോഴേ നമുക്ക് ഈ ദുനിയാവിൽ ബറക്കത്ത് ലഭിക്കുകയുള്ളൂ. എങ്കിലേ നമ്മൾ നാളെ ആഖിറത്തിൽ സ്വർഗീയ ലോകത്തെത്തിപ്പെടുകയുള്ളൂ എന്നൊക്കെയുള്ള ബോധവൽക്കരണമാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. അല്ലാതെ ചൂതാവലും നാട്ടിലുള്ള പുരുഷന്മാരാണെങ്കിൽ മോട്ടിക്കടിക്കലും ചൂലും പത്തക്കും അയക്കലും അമ്മായിമാന്റെ അടുത്ത് കൊണ്ടാക്കലെന്നും കുടുംബ ബന്ധം നിലനിൽക്കാനുള്ള പരിഹാര മാർഗങ്ങളല്ല. പരിഹാര മാർഗം എന്റെ ഭർത്താവിനോട് എനിക്കുള്ള കടമ എന്തൊക്കെയാണുള്ള ഒരു ഉത്തരവാദിത്വ ബോധം, അതിന്റെ ഒരു ഗൗരവം ഓരോ പ്രിയപ്പെട്ട സഹോദരിയുടെ ഹൃദയത്തിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ വല്ലാത്ത ഒരു സന്തോഷകരമായ ജീവിതം. വെറും ഉപ്പും കല്ല് വരതി പച്ചവച്ച് ചോറ് കഴിക്കുന്ന കുടുംബമാണെങ്കിലും ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ വല്ലാത്ത സമാധാനപരമായി ഉറക്കം കിട്ടും. നേരെ മറിച്ച് വലിയ വീടുകളുണ്ട്, നല്ല വാഹനങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഭാര്യന്റെ സ്നേഹം ഒരു ഭർത്താവിന് ലഭിക്കുന്നില്ലെങ്കിൽ ആ കുടുംബ ജീവിതം വളരെ നരകീയമായ ജീവിതമായിരിക്കും. അല്ലാഹു തആല നമ്മുടെ ഭാര്യന്മാർക്ക് നമ്മോടുള്ള സ്നേഹം അധികരിപ്പിച്ച് ഒരു ഇസ്ലാമിക ബോധത്തോടുകൂടെ അതെന്റെ ഭർത്താവാണ് വിളിക്കുന്നത്, എന്റെ ഭർത്താവാണ് വീട്ടിലേക്ക് കടന്നു വരുന്നത് എന്ന ഒരു ബോധമുള്ള സഹോദരിമാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ ഭാര്യന്മാരാകുന്ന സഹോദരിമാരെയും നമുക്ക് വളർന്നു വലുതാവുന്ന പെമ്മക്കൾക്കും പെങ്ങന്മാർക്കും അങ്ങനത്തെ ഒരു ബോധം അവരുടെ മനസ്സിൽ കൊടുത്ത് അവരെ വിവാഹപ്രായം ചെയ്യുന്ന സമയത്ത് അവരുടെ ഭർത്താക്കന്മാരോട് അങ്ങനെ പെരുമാറാനുള്ളൊരു സന്മനസ് നമ്മുടെ പെങ്ങന്മാർക്കും പെമ്മക്കൾക്കും അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. 1-2 ഹദീസുകൾ ഞാൻ അതിലേക്ക് സൂചിപ്പിക്കാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ ശ്രോതാക്കളായ മുഅ്മിനീങ്ങളോട്, പല ഉസ്താദന്മാരുടെ പ്രസംഗത്തിൽ നിങ്ങൾ ഇതൊക്കെ ഈ ഹദീസൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഒരുപാട് സാധാരണ സ്ത്രീകൾ പുതിയ ശ്രോതാക്കളായി വന്നതുകൊണ്ട് അവരൊന്നും നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നിപ്പോ വളർന്നൊന്നുമില്ല. ഇനി സീഡൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും വെച്ച് കേൾക്കാനും ഞാൻ പറയുകയാണ്. എന്റെ ക്ലാസ് റൂമിലുള്ള ഉസ്താദന്മാര്, അദ്മിനിമാര്, അത് അവർക്ക് വേണ്ടി അദ്ദീനു അന്നസീഹന്റെ ഭാഗമായി തൽക്കാലം നിങ്ങൾക്ക് ക്ഷമിക്കണം എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൗ കുന്തു ആമിറൻ അഹദൻ, ഞാൻ ഒരാളോട് കൽപ്പിക്കുകയാണെങ്കിൽ, അയ്യസ്ജുദ ലിഗൈരില്ലാഹി, അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ ഒരാളോട് കൽപ്പിക്കുന്നുവെങ്കിൽ ലഅമർതുൽ മർഅത, ഞാനൊരു ഭാര്യയായ പെണ്ണിനോട് കൽപ്പിക്കുമായിരുന്നു മുഹമ്മദ് നബിയുടെ ശരീരം ഏതൊരു റബ്ബിന്റെ കയ്യിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ കേൾക്കണം, ലാ തുഅദ്ദിൽ മർഅതു, ഒരു പെണ്ണ് വീട്ടുകയില്ല ഹഖ്ക റബ്ബിഹാ, അവളുടെ റബ്ബിനോടുള്ള കടപ്പാടിനെ, ഹത്താ തുഅദ്ദിയ ഹഖ്ക സൗജിഹാ കുല്ലഹു, ഒരു ഭർത്താവിനോട് എന്തെല്ലാം കടപ്പാടുകളുണ്ടോ അതെല്ലാം പരിപൂർണമായും വീട്ടുന്നത് വരെ.
ഒരിക്കലും തന്നെ റബ്ബിനോടുള്ള കടപ്പാട് ഈ ഭാര്യയായ സഹോദരി വീഴ്ത്തി എന്ന് പറയാൻ പറ്റുകയില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ ഗൗരവം, അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യാനോൽപ്പയാണ്, അത് ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യയോട് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് പറയുമ്പോ ഇതുപോലത്തെ ഹദീസുകളാണ് പ്രിയപ്പെട്ട സാധാരണ ശ്രോതാക്കളെ നമ്മുടെ കൂടുതൽ വിവരമില്ലാത്ത, കൂടുതൽ മാന്യതയില്ലാതെ സാധാരണ ജീവിതം നയിക്കുന്ന പല സ്ത്രീകളും കൊമ്പ് വെച്ച വർത്തമാനങ്ങൾ നമ്മളോട് പറയുമ്പോ നല്ല സ്നേഹത്തിലായി അവനോട് ഇതുപോലത്തെ ഹദീസ് എതക്കതക്ക് നിങ്ങളെങ്ങനെ പറഞ്ഞു കൊടുത്തോക്കി. ഞാൻ ഇങ്ങനെ ഒരു വിഷയം എടുക്കാൻ കാരണം, ഒരുപാട് ആൾക്കാർ വിളിക്കും, ഉസ്താദെ സംഗതി ഗൾഫിലാണ്, വീട്ടിലേക്ക് വിളിക്കുമ്പോ യാതൊരു സമാധാനമില്ല, ഭാര്യ ഓരോന്ന് പറഞ്ഞ് എത്ര, ഞാനൊരു വെറുതെ പറയുന്നതല്ല, എത്രയോ ആൾക്കാർ പ്രത്യേകിച്ച് അങ്ങനെ മൊബൈലുമായുള്ള ബന്ധം കാരണം ആരൊക്കെയോ ബന്ധപ്പെട്ട് ഞാൻ വിളിക്കുന്ന സമയത്ത് അവൾക്ക് എന്നോടൊരു സ്നേഹമില്ല, അവൾക്ക് നാട്ടിൽ ആരോടോ ബന്ധമുണ്ട് എന്നുള്ള തോന്നുന്നു. ഇങ്ങനൊക്കെയുള്ള പരാതികൾ ഞാൻ പറയട്ടെ, പറഞ്ഞാൽ ആരുടെ മനസ്സും മാറും മുഅ്മിനീങ്ങളെ. നമ്മൾ പറയാത്തതിന്റെ കുഴപ്പമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പഴയ വീട്ടിലൊക്കെയും നെല്ല് മെതിച്ച് അത് ഭക്ഷണത്തിനുള്ള നെല്ല് സൂക്ഷിക്കാനുള്ള ഒരു പാത്രം, ഞാൻ പത്തായെന്ന് പറയാം, ഇന്നിപ്പോ അത് കണ്ടവരൊക്കെ ചുരുക്കമായിരിക്കും. ആ പത്തായം ഒരാളെ കൊണ്ട് ഇളക്കാൻ സാധ്യല്ല. പത്തായത്തിന് നെല്ലിട്ടാൽ ആ പത്തായത്തിന്റെ ഒരു ഭാഗം ഒന്ന് ഇളക്കാൻ ഒരാളെ കൊണ്ടും സാധിക്കും. പക്ഷെ കാരണവൻ ായിക്കൊരു ചൊല്ലുണ്ട്, പത്തായം വിഷയം കുറയ്ക്കാൻ നെറ്റിലൂടെ ഭാര്യന്മാരോട് സംസാരിക്കുന്നത്. ഏതോ ഒരു വീട്ടിൽ ഒരു കുട്ടി പറഞ്ഞത്രേ, ഉപ്പ ഫോണ് കട്ടാക്കാണെങ്കിൽ കറന്നുറങ്ങിയിട്ട് രാവിലെ നീച്ച് മദ്രസയ്ക്ക് പോകാമെന്നു. കാരണം വാപ്പിമ്മി സംസാരിച്ച കാരണം പെരയിൽ കുട്ടികൾക്ക് ഉറങ്ങാൻ കൂടാത്ത അവസ്ഥ നെറ്റുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളൊരു ഹദീസ് എഴുതി വെച്ച് നമ്മളിങ്ങനെ പോകാതെ വർത്താനം പറഞ്ഞില്ലേ, ഇങ്ങോട്ടുള്ള കടമയുടെ ഗൗരവം നിനക്കറിയോ? ഒരു ഹദീസ് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ സംസാരം അവസാനിപ്പിക്കാമെന്ന് ഭാര്യയോട് പറഞ്ഞു നോക്കി. നാളെ ആ ഭാര്യ ഇങ്ങനെ ശ്രദ്ധിക്കും, നാളെ എന്റെ ഭർത്താവ് ആ സംസാരം എങ്ങനെയാണ് രണ്ടാമത്തെ ഹദീസ് ഇതിനേക്കാളും ഗൗരവമുള്ളതായിരിക്കും. അതേ ഗൗരവമുള്ളതാണ്. ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മിൻ ഹഖ്ഖി സൗജി അല സൗജത്തി, ഒരു ഭർത്താവിനോടുള്ള കസൗജത്തി, ഭാര്യയുടെ മേലിൽ മൂക്കിന്റെ ദോഷങ്ങൾ ഒലിച്ചാൽ, ദമൻ വ കൈഹൻ വ സ്വദീദൻ, രക്തവും ചീഞ്ചലവും ഒഴിക്കാൻ. ഭർത്താവിന്റെ രണ്ട് മൂക്കിന്റെ ദോഷത്തിലൂടെ ഒഴുകി വരുന്നത് ദുഷിച്ച രക്തവും അതുപോലെ തന്നെ ചീഞ്ചലവും ഇങ്ങനെ ഒഴുകി വരികയാണ്. ഫലഹിസത്തുഹു, അങ്ങനെ ആ ഭാര്യ ആ ഒഴുകി വരുന്ന ഭർത്താവിന്റെ മൂക്കിലൂടെ വരുന്ന രക്തത്തെയും ചീഞ്ചലത്തെയും നക്കിത്തോർത്തു. അതാണ് ലഹിസന്റെ മായന. കുടിച്ചൂന്നല്ല, നക്കിത്തോർക്കാനെന്ന് പറഞ്ഞില്ലേ. അതാണ് നമ്മൾ അവിടെ ഒരു കാര്യം ഉണർത്താണ്. സാധാരണ ഭക്ഷണം കഴിച്ചാൽ എന്ത് വേണം? ഭക്ഷണം കഴിച്ച പാത്രം നല്ലോണം നക്കിത്തോർത്തണമെന്നാണ്. അതൊരു നാടൻ ശൈലിയാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാല് നല്ലോണം വധിച്ചിട്ട് ഒരു കഴുകിയ പാത്രത്തിന്റെ രൂപത്തിലാക്കി തീർക്കുക. ആയിഷാ ബീവിയുടെ ഹദീസിൽ കാണാം, റസൂലുള്ള ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാല് കഴുകിയ പാത്രം ഏതാണ്, റസൂലുള്ള ഭക്ഷണം കഴിച്ച പാത്രം ഏതാണെന്ന് തിരിച്ചറിയില്ലാൻ ആ നിലക്ക് ആ പാത്രം വൃത്തിയാക്കിയിട്ടുണ്ടാവുന്നു. മഹാനായ ഗസാലി ഇമാം തന്റെ കീമിയ സഅദ് എന്ന കിതാബിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ ഭക്ഷണം കഴിച്ച് പാത്രം കഴുകി നക്കിത്തോർത്താൽ, നല്ലോണം
കഴുകിയ രൂപത്തിൽ തുടച്ചു വൃത്തിയാക്കി ആ ഇച്ചിലിൽ നിന്ന് ആ പാത്രത്തെ രക്ഷപ്പെടുത്തിയാൽ ആ പാത്രം അല്ലാഹു തആലാക്ക് വേണ്ടി ദുആ ചെയ്യുമത്രേ. അല്ലാഹുവേ, എന്നെ ഈ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഇച്ചിലിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയതുപോലെ ഈ മനുഷ്യനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ആ എന്ന് പറയുന്ന കിതാബിൽ കാണാം. ഞാൻ സാന്ദർഭികമായി ലഹിസന്റെ സാന്ദർഭികമായി ഉണർത്തിയതാ. അപ്പൊ റസൂലുള്ള പറഞ്ഞത് അതെന്താക്കി കുടിച്ചത് ഫല്ലഹിസത്തുഹു, ആ ഭർത്താവിന്റെ രണ്ട് മൂക്കിൽ നിന്നും ഒലിച്ചു വരുന്ന ആ ചീഞ്ചലം ഭാര്യ നക്കിത്തോർത്തി. എന്തുകൊണ്ട്? കയ്യോണ്ടല്ല, ബിലിസാനിഹ, അവളുടെ നാവുകൊണ്ട്. എവിടെ എത്തണം? ആ ഒരു ഭർത്താവിനോട് അത്രയും അതിരറ്റ 100% ഭർത്താവിനെ സ്നേഹിക്കുന്ന എന്നല്ല 110% ഒരു ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യക്കല്ലാതെ മൂക്കിൽ നിന്ന് വരുന്ന ചീഞ്ചലം സ്വന്തം നാവ് കൊണ്ട് നക്കിത്തോർത്ത് വൃത്തിയാക്കാൻ സാധിക്കില്ല. പക്ഷെ അങ്ങനെ ഒരു പെണ്ണ് ചെയ്താലും ശരി, അങ്ങനെ ഒരു ഭാര്യ ഒരു ഭർത്താവിന് ചെയ്തു കൊടുത്താലും ശരി, ആ പെണ്ണ് ആ ഭർത്താവിനോടുള്ള കടമ നിറഞ്ഞ ചീഞ്ചലം എന്റെ നാവ് കൊണ്ട് ഞാൻ നക്കിത്തോട്ട് വൃത്തിയാക്കിയില്ലേ, ഞാൻ ഒരു പെണ്ണ് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹധർമ്മണി എന്നോടുള്ള ബശരിൻ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് സുജൂദ് ചെയ്യുന്നത് യോജിപ്പുള്ള കാര്യമാണെങ്കിൽ അമർത്തു സൗജത, ഒരു ഭാര്യയായ പെണ്ണിനോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു. നിങ്ങൾ വിഷയത്തിന്റെ ഗൗരവം വളരെ ശ്രദ്ധിക്കണം. ഈ ഹദീസ് നമ്മുടെ ഭാര്യന്മാരൊക്കെ നമ്മളോട് ചൂടാകുമ്പോൾ ഞാൻ ചൂടാക്കണം. സാന്ദർഭികമായി നിൽക്കുവരാതിരും ഭർത്താവിന്റെ ശമ്പളം ഇരട്ടി കണ്ട് ജീവിക്കുന്നവരാണ്. തന്റെ വയസ്സ് എനിക്ക് 30 ആയിക്കണമെങ്കിലും 15 ആയിട്ടുള്ളൂ എന്നാണ് ഏതൊരു പെണ്ണും ചിന്തിക്കുക. അതാണ് ഒരു പെണ്ണിന്റെ സ്വഭാവിന്റെ ശമ്പളം 2 കൊണ്ട് പെരുക്കി കിട്ടുന്ന ഉത്തരവുമായി കാണുന്ന സഹോദരിമാര്. അങ്ങനത്തെ സഹോദരിമാർക്കൊക്കെ അല്ലാഹു ബോധം നൽകുമാറാവട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മളൊക്കെ ചൂടായിട്ട് ചൂടാവുമ്പോ തിരിച്ചും ചൂടാവുമ്പോഴാണ് ചില വാക്കുകൾ നമ്മുടെ വായയിൽ നിന്ന് വന്ന് പിന്നെ രാത്രി ഉറങ്ങുന്ന നേരത്ത് ബേജാറ്, റബ്ബേ ഞാൻ എന്റെ ഭാര്യനോട് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചു, അതുകൊണ്ട് ഇപ്പൊ തലാക്ക് പോയില്ലേ, എന്താണാവോ എന്നുള്ളൊരു ബേജാറ് വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ബേജാറ് ഇങ്ങനത്തെ ചൂടാവുമ്പോൾ ഒരു ഭാര്യ ഗൾഫിൽ നിന്ന് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വെച്ച് അതുകൊണ്ട് നമുക്കിപ്പോ തൽക്കാലം എന്ന രൂപത്തിൽ ചെയ്താൽ മതി. ഭാര്യ പറയും അതൊന്നും പറ്റൂല, നിങ്ങൾ ഈ പറയുമ്പോൾ എന്നുള്ള സംഗതി എനിക്കൊരു വർഷം ഞാൻ എങ്ങനെ ആ കല്യാണപ്പേരേക്ക് 2 സ്റ്റൂളും പൂച്ചങ്ങാണ്ട് പോക്ക്. പിന്നെ ഓൺലൈനാണ്, എന്നാലും നമ്മളെ ശൈലി പറയാ എതി പൊതി നിൽക്കുമ്പോ ആകെ പ്രശ്നമായി. പിന്നെ പിറ്റേ ദിവസം ഫോൺ ചെയ്യുമ്പോ അതിനനുസരിച്ച വർത്താനം വരുമ്പോ അതിനനുസരിച്ച് 4 വർത്താനം. അപ്പോഴാണ് പിന്നെ തലാക്ക് പോകുമെന്നുള്ള ബേജാറൊക്കെ നിൽക്കട്ടെ. ഇങ്ങനത്തെ ഒരു ഹദീസൊക്കെ അങ്ങനെ ചൂടാവുന്ന സ്ത്രീകളോട് നീ എന്നെ ഒരു ചൂതയ്ക്കോ ആചരിക്കും. രാത്രി ചിലപ്പം ആ ഭാര്യ ചിന്തിച്ചേക്കാം, അല്ലാഹുവേ എനിക്ക് എന്റെ ഭർത്താവിനോടുള്ള ഒരു കടമയുടെ ഗൗരവമാണല്ലോ, എന്റെ ഭർത്താവിന്റെ മൂക്കിൽ നിന്ന് ചീഞ്ഞു വരുന്ന ചീഞ്ചലം എന്റെ നാവ് കൊണ്ട് നക്കിത്തോർത്താലും എന്റെ ഭർത്താവിനോടുള്ള കടമ എനിക്ക് നിറവേറ്റാൻ സാധിക്കുകയില്ല എങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കിന്റെ ഗൗരവത്തിലേന് നോക്കി മഹാനായ
മൂസാ നബി അലൈഹിസ്സലാമിനോടും മഹാനായ ഹാറൂൻ നബിയോടും എന്താണ് അള്ളാഹു കൽപ്പിച്ചത്? ഇദ്ഹബാ ഇലാ ഫിർഔന വഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ. മൂസാ നബിയെ, ഹാറൂൻ നബിയെ, നിങ്ങൾ എവിടെ പോകുക? ഫിർഔനിന്റെ അടുത്ത് പോവുക. വഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, നല്ല മൃദുലമായ നിലയ്ക്ക് നിങ്ങൾ അവനോട് സംസാരിച്ചു നോക്കൂ. അവന്റെ മനസ്സ് മാറിയാലോ? ഇത് തന്നെ ഞാൻ പറയുന്നത് ഈ സമയത്തുള്ള ശ്രോതാക്കളോട്. നമ്മുടെ ഭാര്യ സ്വഭാവം മോശാണെന്ന് അങ്ങക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കലല്ല. നമ്മൾ സ്വഭാവം ഒന്ന് നന്നാതെ കേൾപ്പിക്കുമ്പോ പിറ്റേ ദിവസം നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ സന്തോഷകരമായ ഒരു ഫോൺ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. എന്തു വേണം? നമ്മൾ ഇസ്മായിൽ വഫ സാഹിബക്കും പറഞ്ഞതുപോലെ ഒരു ക്ലാസ് കേൾക്കാനിരിക്കുമ്പോ ഒരു നോട്ട്ബുക്കും പേനയും അല്ല ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മൊബൈലെങ്കിലും ഒന്ന് നിൽക്കാതെ ഇത് ഞാനൊരു 4 ഹദീസ് പഠിക്കട്ടെ, എന്റെ ഭാര്യ എപ്പോഴും എന്നോട് ചൂടാവലുണ്ട്, എന്റെ ഭാര്യക്ക് ഇതൊക്കെ ഒന്ന് കേൾപ്പിക്കട്ടെ. നിങ്ങൾ നന്നാകും. ഫിർഔനിന്റെ അടുത്ത് പോയി നല്ല നിലക്കുകൾ പറഞ്ഞു നോക്കി മനസ്സ് മാറിയേക്കാമെങ്കിൽ ഒരു മനുഷ്യന്റെ മനസ്സ് എപ്പോഴും മാറാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണവന്മാരുടെ ചൊല്ലിൽ പതിരുണ്ടെങ്കിൽ പശുവിൻ പാല് കഴിക്കുന്നല്ലേ. 10 ആള് 10,000ത്തിന്റെ മൂലളക്കിയാൽ 10,000ത്തിന്റെ മൂലയും മിളകും. അതായത് നമ്മൾ 10 പ്രാവശ്യം മെനക്കെടുമ്പോ ഏത് കടുത്ത ഹൃദയത്തിനും ഒരു അയവ് വരും. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ അയവ് വരാത്ത ഹൃദയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കുടുംബ സ്നേഹവും ബന്ധവും നിലനിർത്തിക്കൊണ്ടുപോവാൻ ഒരു അയവ് വരുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഉപദേശങ്ങൾ അള്ളാഹു മനസ്സ് പൊന്നാല അബൂറയ്യാനെ വയല് ഇന്നോടല്ല വേണ്ടത്, വയല് പറയേണ്ടതിന്റെ പുരാപ്പന്നോടാണെന്ന് പറയുന്നുണ്ടാവും. അത് ഇൻഷാ അല്ലാഹ് ഞാൻ വേറെ പറഞ്ഞു കൊടുത്തോല. ഇപ്പൊ നമ്മൾ സ്ത്രീകളെ അഭിമുഖീകരിച്ച ക്ലാസ്സാണ് സാധാരണ ചൊവ്വാഴ്ച നടക്കാറുള്ളത്. അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ KMIC ഒരു ഭാര്യ ആരാണെന്ന് തിരിയുമ്പോഴാണ് ഇങ്ങനെ ഈ ഭാര്യനോട് ചൂടാവാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്, ഞാൻ എത്ര പ്രാവശ്യം എന്റെ ഭാര്യനോട് ചൂടായിട്ടുണ്ട്. എന്റെ ഭാര്യക്ക് ഇത്ര സ്ഥാനം ഇസ്ലാമിലുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. പ്രിയപ്പെട്ട ഭാര്യ, അതിന്റെ ഗൗരവം ഇൻഷാ അല്ലാഹ് ഇപ്പൊ നമുക്ക് പറയാൻ സമയമൊക്കെ നിൽക്കും. ഇങ്ങനെ പറഞ്ഞവ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിന് മാറ്റം കൊടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നിങ്ങൾ ഫോൺ റസൂലുള്ള ഇതേ രൂപത്തിൽ നഷ്ടപ്പെടാതെ ഉസ്താദിന്റെ പ്രസംഗത്തിൽ നിന്ന്, അതല്ലെങ്കിൽ ജൗഹർ യാസീൻ ഉസ്താദിന്റെ പ്രസംഗത്തിൽ നിന്ന് ഒരു ഭാര്യയോട് സംസാരിക്കുമ്പോൾ ഗൗരവമേറിയ സംസാരത്തിന്റെ ഗൗരവം കേട്ട് നിന്നോട് ഞാൻ പല പ്രാവശ്യം ചൂടായിട്ടുണ്ട്. ഇപ്പൊ രാത്രി 10 മണിക്ക് നിന്നോട് ദേഷ്യപ്പെട്ടിട്ടാണ് ഞാൻ ഫോണ് കട്ടാക്കിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹധർമ്മണി, എനിക്ക് നീ പൊരുത്തു തരണം. ഇത് പറയാനുള്ള ബോധം നമുക്കുണ്ടാവും. പലരും ഭാര്യന്മാരോട് കഠിനമായി ചൂടായി അവര് വെറും ഏതോ എത്തിങ്കാനേന്ന് കെട്ടിക്കൊടുന്ന ഒരു പെൺകുട്ടിയുടെ സ്ഥാനം കൽപ്പിക്കുന്ന പല പുരുഷന്മാരും ഉണ്ട്. ഇൻഷാ അല്ലാഹ് പറയാം. 3-ാമത്തെ ഹദീസ് നോക്കൂ. അയ്യുമമ്മഅത്തിൻ, അതാ ഞാൻ തലാഖുമായിട്ട് ചിലവര് എന്റെ തലാഖ് ചൊല്ലി ഞാൻ അങ്ങനെ ചക്കുക. റസൂലുള്ള പറയുന്നു അയ്യുമമ്മഅത്തിൻ, ഏതൊരു പെണ്ണും സഅലത്ത് അവൾ ചോദിച്ചു സൗജഹ അവളുടെ ഭർത്താവിനോട് ചോദിച്ചു തന്നാൽ നിങ്ങളെന്തോ നിങ്ങൾ ഇന്നത് ഒഴിവാക്കി തന്നാൽ ഒരു കാരണവും കൂടാതെ ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു കാരണവും കൂടാതെ ഒരു അലൈഹ സ്വർഗം ഹറാമാണെന്നല്ല പറഞ്ഞത്, അവളുടെ മേലിൽ നിഷിദ്ധമാണ്. റായിഹത്തുൽ ജന്നത്തി, സ്വർഗത്തിന്റെ വാസന പോലും.
കാരണം സ്വർഗത്തിന്റെ വാസന 500 കൊല്ലം ദൂരത്തേക്ക് സ്വർഗത്തിലെ വാസന അടിച്ചു വീശുന്നതാണ്. ആ 500 കൊല്ലം ദൂരത്തേക്ക് അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ വാസന പോലും ഒന്ന് ശ്വസിക്കാൻ കാരണം കൂടാതെ ഭർത്താവിനോട് തലാക്ക് ചോദിച്ച പെണ്ണിന് അല്ലാഹു തആല അങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ നമ്മുടെ ഭാര്യന്മാരുടെ ഒന്നുകൂടി അങ്ങനത്തെ സ്വഭാവമുള്ള സ്ത്രീകൾ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് ഫോൺ ചെയ്യുമ്പോ ഹദീസ് പറഞ്ഞു തരാം. ഞാനൊരു ഹദീസ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അയ്യുമമ്മാത്തിൻ സഅലത്ത് സൗജഹാ അത്വലാഖ മിൻ ഗൈരി മാ ബഅസിൻ ഫഹറാമുൻ അലൈഹാ വാഇറത്തുൽ ജന്നത്തി. ഒരു 3 മിനിറ്റ് ഇവിടെ ബാങ്ക് കൊടുക്കുന്നത് തൽക്കാലം ഞാൻ മൈക്കതിരി ചെയ്യുന്നു. ആരെങ്കിലും ഒന്ന് മൈക്കയിലേക്ക് വന്നാൽ റേഡിയോ ശ്രോതാക്കൾക്ക് ബുദ്ധിമുട്ടാവില്ല. തൽക്കാലം 2 മിനിറ്റ് ഞാൻ മൈക്കതിരി ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. കേൾക്കാമോ പ്രിയ കൂട്ടുകാരെ? ഹലോ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിദീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയ കൂട്ടുകാരെ, ബഹുമാനപ്പെട്ട അബൂ റിയാൻ ഉസ്താദ് വളരെയധികം പഠനാർഹവും ഇന്നത്തെ കാലോചിതവുമായ വിഷയമാണ് നമുക്ക് ക്ലാസ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും ഉപയോഗപ്പെടുത്തുക എന്നത് നമ്മുടെ ഒരു ബാധ്യതയാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഈ സമയത്ത് പല സഹോദരിമാരും ഇത് കേൾക്കുന്നുണ്ടാകും. അത് അവസരോചിതമായി ഉപയോഗപ്പെടുത്തി ഇന്നത്തെ ജീവിതം വെറും നൈമിഷികമായ ജീവിതമാണ്. ശാശ്വതമായ ജീവിതത്തിന്റെ അവസരം നമുക്ക് വരാനിരിക്കുകയാണ്. നാം അതാണല്ലോ പ്രാർത്ഥിക്കാറുള്ളത്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയ വളരെയധികം സന്തോഷകരമായ, എപ്പോഴും നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഇത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഒരു ഉപദേശമായി ഈ സമയത്ത് ഞാൻ നൽകി. ബഹുമാനപ്പെട്ട അബൂ റിയാൻ ഉസ്താദ് വന്നിരിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അപ്പൊ കാരണം കൂടാതെ ഒരു ഭർത്താവ് ഭാര്യ ഭർത്താവിനോട് തലാക്കിന് ആവശ്യപ്പെട്ടാൽ അവളുടെ മേലിൽ സ്വർഗത്തിന്റെ വാസന പോലും നിഷിദ്ധമാണ്. റസൂലുള്ളാഹിന്റെ ഹദീസ് കൂടി നമുക്ക് കേൾക്കാം. ഇദാ ബാത്തത്തിൽ മർഅത്തു, ഒരു പെണ്ണു രാപ്പാർത്താൽ ഹാജറത്തൻ, വിസമ്മതിച്ചവളായിട്ട്, ഫിറാശ സൗജിഹ, അവളുടെ ഭർത്താവിന്റെ വിരിപ്പിനെ വിസമ്മതിച്ചവളായിട്ട്, വെടിഞ്ഞവളായിട്ട് രാപ്പാത്താൽ ലഅനത്തുഹൽ മലായികത്തു, വാനലോകത്ത് താമസിക്കുന്ന മാലാകന്മാർ, മലക്കുകൾ അവളെ ശപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഹത്താ തർജിഅ, ആ പെണ്ണ് ആ വിസമ്മതത്തിൽ നിന്ന് പിന്മാറുന്നത് വരെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് നോക്കൂ. ഇദാ ദഅ റജുലു, ഒരു പുരുഷൻ ക്ഷണിച്ചാൽ സൗജതഹു, അവന്റെ ഭാര്യയെ, ലിഹാജതിഹി, അവന്റെ ആവശ്യത്തിനു വേണ്ടി, ഫൽതഅതിഹി, ആ ഭാര്യ ആ ഭർത്താവിന്റെ അടുക്കൽ ചെന്നുകൊല്ലത്തെ, ഇൻ കാനത്ത് അലത്തന്നൂരി, അവൾ അടുപ്പത്ത് വല്ല പണിയെടുക്കുന്നവരാണെങ്കിലും ശരി. അതുകൊണ്ടാണല്ലോ വിശാലമായ സമയം റമളാനിലെ നോമ്പ് ഖളാ വീട്ടാനുള്ളപ്പോൾ ഭർത്താവ് ഹാജറുള്ള സമയത്ത് ഭാര്യയ്ക്ക് ഭർത്താവിന്റെ സമ്മതമില്ലാതെ നോമ്പ് ഖളാ വീട്ടൽ ഹറാമാണെന്ന്.
കാരണം ഈ ഹദീസ് നോക്കൂ, ഒരു പെണ്ണ് അടുപ്പത്ത് പണിയെടുക്കുകയാണ്. ആ ഹദീസിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എന്ത്, തന്റെ അടുപ്പത്ത് പത്തിരിച്ചട്ടിയിൽ കിടക്കുന്ന പത്തിരി കരിയുമെന്ന് ഒരു പെണ്ണിന് ഉറപ്പുണ്ടെങ്കിലും ആ പത്തിരി അവിടെ കിടന്ന് കരിയട്ടെ, ആ പത്തിരി ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റുന്ന സമയം വരെ ആ ഭർത്താവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യാതെ പിന്തിപ്പിക്കാൻ പാടില്ല എന്നാണ്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാടൻ ശൈലിയിൽ പറഞ്ഞാൽ പത്തിരിച്ചട്ടി, നമ്മളെന്തിനാ പത്തിരി ചുടുകയാണ്, അല്ലെങ്കിൽ ദോശച്ചട്ടിയിൽ ദോശ ഒഴിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആംബ്ലേറ്റ് മുടുക പൊരിക്കാൻ വേണ്ടി ആംബ്ലേറ്റ് കലക്കി ഒഴിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്താണ് ഒരു ഭർത്താവ് വിളിക്കുന്നത്, പ്രിയപ്പെട്ട ഭർത്താവ്, തൽക്കാലം ഞാൻ ഈ ചീനച്ചട്ടിയിൽ നിന്ന് ഈ ആംബ്ലേറ്റ് ഒന്നും ഇങ്ങോട്ട് ഒഴിവാക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഒരു മുടുകന്റെ വില 5 രൂപയാണ്, 2 മുടുക ഒഴിച്ചിട്ടുണ്ട്, അത് കരിഞ്ഞു പോകും, പറ്റില്ല, അതവിടെ കരിയട്ടെ. അത് കരിഞ്ഞാലും നിന്റെ ഭർത്താവിന്റെ ഞരമ്പ് കരിയുന്ന ഒരു മിനിറ്റ് നീ പിന്തിപ്പിക്കരുത് എന്നാണ് ഭർത്താവുമായുള്ള ഒരു കടമയുടെ ഗൗരവം. ഇദാ ദഅ റജുലു സൗജതഹു ലിഹാജതിഹി ഫൽതഅതിഹി വഇൻ കാനത് അലത്തന്നൂരി. മറ്റൊരു ഹദീസിൽ കാണാം, അയ്യുമമ്മാത്തിൻ, ഏതൊരു പെണ്ണും, മാത്തത്ത്, അവൾ മരിച്ചു, വസൗജുഹാ, അവളുടെ ഭർത്താവ്, അൻഹാ, ആ പെണ്ണിനെ തൊട്ട് വാളിൻ, തൊഴുപ്പതിപ്പെട്ടവനാണ്, എങ്കിൽ ദഖലത്തിൽ ജന്ന, ആ പെണ്ണ് സ്വർഗത്തിൽ കടക്കുന്നതാണ്. നേരെ മരിച്ചു തൊഴുപ്പതിയില്ലാതെയാണോ ഒരു പെണ്ണ് മരിച്ചത്, ഭർത്താവിന്റെ തൊഴുപ്പതിയില്ലാതെയാണോ മരിച്ചത്, ആ പെണ്ണ് നരകത്തിന്റെ അവകാശിയുമാണെന്ന് കാണാം. ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ആ ഒരു ഭർത്താവിനോടുള്ള ഒരു കടമ, ആ ഭർത്താവിനെ അനുസരിച്ച, ഫോൺ വിളിക്കുന്ന സമയത്തൊന്നും ചൂടാവാതെ ഉള്ളതിനനുസരിച്ച നല്ല വാക്കുകൾ പറഞ്ഞു തൃപ്തിപ്പെടുത്തു ഭർത്താവിന്റെ ആ ഒരു പൊരുത്തം നേടി ഞാൻ ഏതൊരു സമയത്തും മരിക്കാം, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഗൾഫ് രാജ്യത്താണ്, അവനെന്നോ പോയതാണ്, അവൻ വരുന്നതിന് മുമ്പ് ഞാൻ മരിച്ചേക്കാം, ഞാൻ മരിച്ചാലും എന്റെ ഭർത്താവിന്റെ പൊരുത്തത്തോടുകൂടെ മരിക്കുന്നവരാവണം ഞാനെന്ന് ചിന്തിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ഭാര്യന്മാരോടൊക്കെയും പറഞ്ഞ്, അതുപോലെ തന്നെ എല്ലാ ശ്രോതാക്കളായ സഹോദരിമാരും ഈ വിഷയം ശ്രദ്ധിക്കണം. എല്ലാവരും അങ്ങനെ എന്നല്ല പറയുന്നത്. ഇന്ന് വളരെ വിഷയമായി ഗൾഫുകാരൊക്കെയും ഫോൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ നാട്ടിൽ ഭാര്യന്മാർ വിചാരിച്ച കാര്യങ്ങളും നടത്താനുള്ള കാശ് ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനത്തെ വർത്തമാനങ്ങൾ വന്നേക്കാം. റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് കൂടി, ഇദാ സല്ലത്തിൽ മർഅതു, ഒരു പെണ്ണ് നിസ്കരിച്ചാൽ, ഹംസഹ, അവളുടെ 5 വഖത്ത് നിസ്കാരം, വസാമത്ത് ശഹ്റഹ, അവളുടെ മാസം എന്ന് പറഞ്ഞാൽ അവളുടെ നോമ്പ് നോൽക്കൽ നിർബന്ധമായ റമളാൻ മാസം എന്ത് ചെയ്തു, അവൾ നോമ്പ് നോച്ചു, വഹഫലത്ത് ഫർജഹ, അവളുടെ ഗുഹ്യസ്ഥാനത്തെ അവൾ സൂക്ഷിച്ചു. ഈ ഒരു ആഴ്ചയിലായി 4 സുഹൃത്തുക്കൾ എനിക്ക് വിളിച്ചു, എന്ത് ഉസ്താദെ, ഭാര്യ നാട്ടിൽ ആരോടോ ഒരു ബന്ധം, അവളുടെ ഒരു സ്വഭാവ പ്രകൃതി നന്നല്ല എന്ന് എനിക്ക് നാട്ടിൽ നിന്ന് വിവരം കിട്ടുന്നു. ഞാൻ പറയട്ടെ, നമ്മൾ അവരെ തെറ്റിദ്ധരിക്കാതെ, അവരെ സംബന്ധിച്ച് മോശമായ ഒരു ഉസ്താദിനോടൊരു വിഷയം പറയുമ്പോൾ ചിലപ്പം പറയേണ്ടി വരും. പക്ഷെ ഞാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭാര്യന്മാർക്ക് ദീനീ ബോധമാണ്. വഹഫിലത്ത് ഫർജഹ, അവളുടെ ഗുഹ്യസ്ഥാനത്തെ അവൾ സൂക്ഷിച്ചു. വഅതാഅത്ത് സൗജഹ, അവളുടെ ഭർത്താവിനെ അവൾ അനുസരിച്ചു. എന്നാൽ ഖീല ലഹാ, നാളെ പാരത്രികമായ ലോകത്ത് ആ പെണ്ണിനോട് പറയപ്പെടും, ഉദ്ഖുലിൽ ജന്നത്ത, ഈ ഭർത്താവിനനുസരിച്ച പെണ്ണേ നീ സ്വർഗത്തിൽ പ്രവേശിച്ചോ, മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഅ്തി, നീ ഉദ്ദേശിച്ച വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ. മഹാനായ റസൂലുള്ളാഹിന്റെ ഹദീസ് കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് പുരുഷന്മാരായ നിങ്ങളൊക്കെയും ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസും വിശദീകരിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്താണ് ആ പ്രിയപ്പെട്ട സഹോദരിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നോക്കൂ, അമാതല്ലാഹുദാകുന്ന അന്നഹ ഇദാ കാനത് ഹാമിലൻ മിൻ സൗജിഹാ വഹുവ അൻഹാ റാളിൻ വഇന്ന ലഹാ മിസ്ലു അജ്രി സായിമിൽ ഖായിമി ഫീ സബീലില്ലാഹ്. നിങ്ങൾ അമാതല്ലാഹുദാകുന്ന, നിങ്ങളിൽ നിന്ന് ഒരാൾ തൃപ്തിപ്പെടുന്നുവോ, അന്നഹ, നിശ്ചയമായിട്ടും അവള്, ഇദാ കാനത്ത്, അവളായാൽ,
ഹാമിലൻ ഗർഭവതിയായാൽ മിൻ സൗജിഹ അവളുടെ ഭർത്താവിൽ നിന്ന് വഹുവ അവൻ അൻഹാബിയത്തവൻ തൊഴുപ്പതിപ്പെട്ടവനാണ്. ഭാര്യക്ക് ഭർത്താവിന് തൊഴുപ്പതിയുള്ളതോടുകൂടെ ഒരു ഭർത്താവിൽ നിന്നൊരു ഭാര്യ ഗർഭവതിയായാൽ ഇന്ന ലഹാ മിസ്ലു അജ്രി സായിമിൽ ഖായിമി ഫീ സബീലില്ലാഹ് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് നോമ്പ് നോറ്റവനെ പോലത്തെ പ്രതിഫലമാകുന്നു. വൈൻ അസാബഹത്തൽക്കു ആ ഭർത്താവ് തൊഴുപ്പതിപ്പെട്ട് ഭാര്യയുമായി ബന്ധപ്പെട്ട് ആ ഭാര്യയുമായി ബന്ധപ്പെട്ടതിന്റെ പേരിൽ ഈ ഭർത്താവിൽ നിന്നൊരു പെണ്ണിന് ഗർഭവതിയാവുകയും അസാബഹത്തൽക്കു അത് കാരണം ആ പെണ്ണിന് പ്രസവവേദന എത്തിയാൽ പ്രസവിക്കണ്ട. ഒരു ഭർത്താവ് ബന്ധപ്പെട്ട കാരണം ഗർഭിണിയാകുകയും അങ്ങനെ ആ ഗർഭം പ്രസവിക്കാൻ നേരത്തെ ആ പെണ്ണിന് പ്രസവ വേദന എത്തിയാൽ ലം യഅലം അഹ്ലുസ്സമാഇ വൽ അർളി ആകാശഭൂമികളിലുള്ള ജനങ്ങൾ അറിയുകയില്ല മാ ഉഖ്ഫിയ ലഹാ മിൻ ഖുവ്വതി അയ്യുനിൻ അവർക്ക് വേണ്ടി മറക്കപ്പെട്ട സന്തോഷം എത്രയാണെന്ന് ആകാശലോകത്ത് താമസിക്കുന്ന മാലാഖന്മാർക്കറിയില്ല, ഭൂമിയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് പോലും അറിയില്ല. അത്രയും അതിമഹത്തായ സന്തോഷകരമായൊരവസ്ഥയാണ് ആ പെണ്ണിന് അള്ളാഹു സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഏതു പെണ്ണിന്? ഒരു ഭർത്താവിനോട് തൃപ്പതിപ്പെട്ട് അവളുടെ ഭർത്താവിന്റെ തൃപ്പതിയോടുകൂടെ ആ പെണ്ണ് ഗർഭവതിയായി ആ ഗർഭം കാരണം പ്രസവവേദന അനുഭവിക്കുന്ന പെണ്ണിന് അള്ളാഹു തആല മറക്കപ്പെട്ട സന്തോഷം ആകാശലോകത്ത് താമസിക്കുന്ന മാലാഖന്മാർക്കറിയില്ല, ഭൂമിയിൽ താമസിക്കുന്ന ജനങ്ങൾക്കറിയില്ല. അത്രയും വലിയ സന്തോഷം ആ പെണ്ണിന് അള്ളാഹു നീക്കി വെച്ചിട്ടുണ്ട് നാളെ ആഖിറത്തിൽ. അള്ളാഹു നമ്മുടെ ഭാര്യന്മാർക്ക് അതുപോലത്തെ സന്തോഷങ്ങളൊക്കെ നേടിയെടുക്കുന്ന മതബോധമുള്ള സഹോദരിമാരുടെ കൂട്ടത്തിൽ പെടുത്തി തെരുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഈ ഭാര്യന്മാർക്ക് നമ്മൾ ഇങ്ങനൊക്കെയും സ്ഥാനമാനങ്ങളുണ്ട്. ഓക്കെ എന്റെ പ്രിയപ്പെട്ട പുരുഷന്മാരെ, ഈ ഭാര്യ നമ്മളെല്ലാ നിലക്കും അനുസരിച്ചു. എന്തു വേണമെങ്കിലും എപ്പ വേണമെങ്കിലും ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ട് 14 കൊല്ലമായി ഇന്നുവരെ എന്നോട് അബൂറയ്യാനെ എന്റെ ഭാര്യ ചേ എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല എന്ന് അവകാശപ്പെടുന്ന ഒരുപാട് ശ്രോതാക്കളുണ്ടാവും. അങ്ങനത്തെ ശ്രോതാക്കളോടാണ് ഞാൻ പറയുന്നത്, അത് മാത്രം പോരാ. എന്റെ ഭാര്യ എന്നോട് ശകാരിക്കുന്നു, എന്നോട് ചൂടാവുന്നു ഉസ്താദേ, ഞാൻ ചൂടായപ്പോ പല വർത്താനങ്ങളും പറഞ്ഞു, ഇന്നൊരു വാക്കുപയോഗിച്ചു, അതുകൊണ്ട് എന്റെ ഭാര്യന്റെ തലാക്ക് പോയോ എന്ന് ചോദിക്കുന്നവരോടാണ് ഞാൻ ഇതുവരെ പ്രസംഗിച്ചത്. ഇത് ഈ ശ്രോതാക്കളിൽ നല്ലൊരു വിഭാഗം എന്തുണ്ടാവും? എന്റെ ഭാര്യ എന്നോട് ഇന്നുവരെ ചേ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ മഹാനായ റസൂലുള്ളാഹിന്റെ ഹദീസ് കേൾക്കുക, ഇദാ ഖറജത്തിൽ മർഅത്തു ഒരു പെണ്ണ് പുറപ്പെട്ടാൽ മിൻ ബൈത്തിഹാ അവളുടെ വീട്ടിൽ നിന്ന് കുത്തിബ അലൈഹാ ആ പെണ്ണിന്റെ മേലിൽ എഴുതപ്പെടുന്നതാണ് ബിക്കുല്ലി ഖത്വത്തിൻ ഓരോ ചവിട്ടടിക്കു പകരവും സയ്യിഅത്തുൻ ഓരോ തിന്മ. നമ്മുടെ ഭാര്യന്മാര് ചിലപ്പോൾ നമ്മുടെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ ഒരു പെണ്ണ് പുറത്തേക്ക് ഇറങ്ങേണ്ട രൂപത്തിൽ ഇറങ്ങാതെ ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഓരോ ചവിട്ടടിക്കും ഓരോ സയ്യിഅത്ത് തിന്മ അവന് ധരിക്കാതിൽ പോരാ. ഒബിക്കുല്ലി മൻ നളറ ഇലൈഹാ മിനർ റിജാലി പുരുഷന്മാരിൽ നിന്ന് അന്യ പുരുഷന്മാരിൽ നിന്ന് അവനിലേക്ക് ആരെല്ലാം നോക്കുന്നുവോ ഓരോരുത്തരുടെ നോട്ടത്തിനു പകരവും സയ്യിഅത്തുൻ ഒരു ദോഷം ആ പെണ്ണിന്റെ ധരിക്കാതിൽ വരികയാണ്. ഞാൻ നമ്മുടെ ഭാര്യന്മാരെ ബൈക്കിന്റെ ബാക്കിൽ ബുക്ക് കാരണം നമ്മുടെ ഭാര്യയ്ക്ക് ഞാൻ വാഹനം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അവളുടെ ആവശ്യങ്ങൾക്ക് അവൾ തന്നെ ഡ്രൈവിംഗ് ചെയ്ത് അങ്ങാടിയിലൂടെ പോകുകയാണ്. അങ്ങാടിയിൽ നിന്ന് ചെക്കിങ്ങിന് വേണ്ടി പോലീസ് കൈനീട്ടുമ്പോൾ എന്റെ ഭാര്യയാണ് വാഹനത്തിൽ നിന്ന് ഇറങ്ങി ബുക്കും പേപ്പറും എടുത്ത് ആ പോലീസിന്റെ അല്ലെങ്കിൽ SIയുടെ കയ്യിൽ കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഭാര്യന്മാരെ ബൈക്കിന്റെ ബാക്കിലിരുത്തി തലയിൽ മുണ്ടില്ലാതെ മുഖം മറക്കാതെ കൈയിന്റെ മിക്ക ഭാഗങ്ങളും മറക്കാതെ കൗത്തിന്റെ ഭാഗങ്ങളും മറക്കാതെ അങ്ങാടികളിൽ എത്രയോ പുരുഷന്മാരിൽ നിന്ന് നിന്റെ ഭാര്യയെ ഇതാ നോക്കി രസിക്കുന്നുണ്ട്.
ഒരു കൊപ്പത്ത് നിന്ന് വളാഞ്ചേരിയിലേക്ക് ഒരു ഭാര്യയെ ബാക്കിലിരുത്തി മറക്കേണ്ട ഭാഗങ്ങൾ മറക്കാതെ കൊപ്പത്ത് നിന്ന് വളാഞ്ചേരിയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ഭാര്യയെ എത്ര പുരുഷന്മാർ യഥങ്കന്നിട്ടും കൊണ്ടോ നേരിട്ടോ നോക്കിയിട്ടുണ്ടാകും. മിനസ്സിജാലി അന്യ പുരുഷന്മാരിൽ നിന്ന് അവനിലേക്ക് നോക്കുന്ന ഓരോരുത്തരുടെ എണ്ണം കണ്ട് സയ്യിഅത്തുൻ ഓരോ തിന്മ ആ ഭാര്യയിലരിക്കാതിൽ വന്നു കഴിഞ്ഞില്ല. വഅയ്യുമംറഅത്തിൻ ഏതൊരു പെണ്ണും വഖഫത്ത് അവൾ നിന്നു ഔ തകല്ലമത്ത് അല്ലെങ്കിൽ അവൾ സംസാരിച്ചു മഅ ഗൈരി സൗജിഹാ അവളുടെ ഭർത്താവ് അല്ലാത്തൊരു പുരുഷന്റെ ഒപ്പം. ഭാര്യ അങ്ങാടിയിലേക്ക് പോയതാണ് സാധനങ്ങൾ വാങ്ങാൻ. കാണുന്ന പീടികളിലൊക്കെയും ഫാൻസി കടയിൽ കയറി, ഫ്രൂട്ട് കടയിൽ കയറി, തുണിഷാപ്പിൽ കയറി എല്ലാരോടും കൊഞ്ചിക്കൊഴഞ്ഞ് അങ്ങനെ സംസാരിക്കുന്നു. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. ഉള്ളവരോട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് വളരെ ഗൗരവത്തിൽ അറിയിക്കുന്നു. ഇതുവരയ്ക്കും പറയുമ്പോൾ നമ്മുടെ ജീവിത രീതിയെല്ലാം ശ്രദ്ധിക്കണം. അയ്യുമംറഅത്തിൻ ഏതൊരു പെണ്ണും വഖഫത്ത് അവൾ നിന്നു ഔ തകല്ലമത്ത് അവൾ അല്ലെങ്കിൽ അവൾ സംസാരിച്ചു മഅ ഗൈരി സൗജിഹാ അവളുടെ ഭർത്താവ് അല്ലാത്തവരോട് കൂടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കുകയോ അല്ലെങ്കിൽ ഭർത്താവ് അല്ലാത്ത അന്യ പുരുഷനുമായി അവൾ സംസാരിക്കുകയോ ഔ കല്ലമത്ത് റജുലൻ ഖാലിയ അല്ലെങ്കിൽ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് അന്യപുരുഷനുമായി സംസാരിച്ചു. ഫഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു തആല വമലായികതഹു അല്ലാഹുവിന്റെ മലക്കുകളും യൽഅനൂനഹാ ആ പെണ്ണിനെങ്ങനെ ശപിച്ചും കൊണ്ടേയിരിക്കുകയാണ്. ഇസ്ലാമിക അന്തരീക്ഷമില്ലാതെ ഒരു പെണ്ണ് അങ്ങാടിയിൽ കിടന്ന് പെരുമാറുമ്പോൾ അവിടെ സംഭവിക്കുന്നത് സർവശക്തനായ റബ്ബും വാനലോകത്ത് വരുന്ന മുഴുവൻ മലായിക്കത്തീങ്ങളും ഈ അങ്ങാടിയിൽ നിന്ന് അന്യപുരുഷനുമായി കൊഞ്ചിക്കൊഴിയുന്ന ആ പെണ്ണിനെ ശപിച്ചും കൊണ്ടിരിക്കുന്നു. ഓരോ പുരുഷനും ആ പെണ്ണിന്റെ മുഖത്തേക്ക് വികാരത്തോടുകൂടെ നോക്കുമ്പോൾ ഓരോ തിന്മയാണ് ആ പെണ്ണിന്റെ ദിക്കാതിൽ വരുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഭാര്യന്മാര് എങ്ങനെയാണ് അങ്ങാടിയിലേക്ക് പോകുന്നത്, അവർ ഫാൻസി കടയിൽ പോയി എങ്ങനെയാണ് കൊഞ്ചിക്കൊഴിയുന്നത്, തുണിഷാപ്പിൽ കയറി അവർ ഏത് നിലക്കാണ് കൊഞ്ചിക്കൊഴിയുന്നത്, ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നാല് ആഖിറത്തിന് പച്ചപ്പലവരാനി വിരിച്ച പച്ച കോമേതകത്തിന്റെ കട്ടിലിൽ കിടക്കാൻ ഈ പ്രവാസി ജീവിതം കൊണ്ട് രോഗങ്ങൾ സമ്പാദിച്ച അതല്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെടുത്തിയ സ്വന്തം നാട്ടുകാരോടുള്ള സന്തോഷം പങ്കുവെക്കൽ പോലും ഈ ഭാര്യയ്ക്ക് വേണ്ടി ഒഴിവാക്കിയിട്ടാണ് ഗൾഫ് മേഖലയിൽ നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മുടെ ഭാര്യന്മാരുടെ കൊഞ്ചിക്കൊഴലുകളും അതുപോലെ തന്നെ തുണിഷാപ്പുകൾ കയറിയിറങ്ങലും ഫാൻസി കടകൾ കയറിയിറങ്ങി തോന്നിയ മാതിരി ഷോപ്പിംഗ് നടത്തുന്ന അങ്ങാടി തണ്ടുന്ന വല്ല പയ്യന്മാരും പെമ്മക്കളും സഹോദരിമാരും ഭാര്യന്മാരും ഈ ശ്രോതാക്കളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇതുപോലൊരു ഹദീസ് നമുക്കവരെ കേൾപ്പിച്ചു കൊടുത്തേക്കാം, നമുക്കൊരു പല പ്രാവശ്യം അവരുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്തേക്കാം. നന്നാകുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു അങ്ങനത്തെ സ്വഭാവമുള്ള വല്ല സഹോദരിമാരും നമുക്കുമായി ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കൊക്കെയും വിഷയത്തിന്റെ ഗൗരവം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അങ്ങനത്തെ ഫാൻസി ഷോപ്പിംഗിൽ നിന്നൊക്കെയും പിന്മാറ്റാനുള്ളൊരു മനസ്സ് അള്ളാഹു നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ ഞാൻ ശ്രദ്ധിക്കുന്നത് കാരണം അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇല്ലാ അൻ യകൂന ദാ മഹ്റമിൻ ഒരു വിവാഹ ബന്ധം നിഷിദ്ധമായ ഒരു പുരുഷൻ ഉണ്ടായാലൊഴികെ ഒരു അന്യ പെണ്ണിനോട് ഒരു അന്യ പുരുഷനോട് സംസാരിക്കേണ്ടി വന്നു. ഉദാഹരണം പറയാ, അവൾക്കൊരു രോഗം വന്നു, ആ രോഗത്തിന്റെ കാരണം മനസ്സിലാക്കാനും യഥാർത്ഥ ചികിത്സ നടത്താനും സ്ത്രീവർഗത്തിൽപ്പെട്ട ഒരു ഡോക്ടർ ഇല്ല, അല്ലെങ്കിൽ അവൾക്ക് വിവാഹബന്ധം നിഷിദ്ധമായ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഒരു ഡോക്ടർ ഇല്ല. പക്ഷേ അവരുടെ രോഗത്തിനു വേണ്ടി മറ്റൊരു അന്യപുരുഷനായ അമുസ്ലിമാവട്ടെ മുസ്ലിമായ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടി വന്നു. പക്ഷേ ആ ഡോക്ടറുടെ റൂമിലേക്ക് ഈ ഒരു ഭർത്താവില്ലാതെ വിവാഹബന്ധം നിഷിദ്ധമായ ആങ്ങളാരോ മക്കളോ ഉപ്പയോ എളാപ്പാലോ മൂത്താപ്പാലോ ഇല്ലാതെ ഒരു ഡോക്ടറുടെ റൂമിലേക്ക് ഒരു പെണ്ണ് പ്രവേശിച്ചാൽ
പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചേക്കാം അത് ഡോക്ടറെ കാണാനല്ലേ. ആ ഡോക്ടറുടെ അടുത്ത് 20 മിനിറ്റ് ആ പെണ്ണ് നിൽക്കുന്ന കാലത്തോളം അല്ലാഹു തആലയും വാനലോകത്തുള്ള മാലാഖന്മാരും ആ പെണ്ണിനെ ശപിച്ചും കൊണ്ടിരിക്കുകയാണ്. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞു, ഇല്ലാ അൻ യകൂന ദാ മഹ്റമിൻ, ആ ഡോക്ടറെ കാണാൻ പോകുകയല്ലാതെ മാർഗമില്ല. വിവാഹബന്ധം നിഷിദ്ധമായ ഭർത്താവ് ഡോക്ടറല്ല, അല്ലെങ്കിൽ ഭർത്താവ് ഡോക്ടറല്ല. വിവാഹബന്ധം നിഷിദ്ധമായ ആങ്ങളാര് ഡോക്ടർമാരില്ല, മക്കള് ഡോക്ടർമാരില്ല, മൂത്താപ്പാര് ഡോക്ടർമാരില്ല. അന്യപുരുഷനായ ഒരു മുസ്ലിം ഡോക്ടറാണുള്ളത്. പോവാം, ഒന്നിരിക്കൽ ഭർത്താവ് ഒപ്പം വേണം. അല്ലെങ്കിൽ വിവാഹബന്ധം നിഷിദ്ധമായ ആങ്ങളാരോ മക്കളോ മൂത്താപ്പാരോ വാപ്പാരോ പോലത്ത വിശ്വാസയോഗ്യമായ സ്ത്രീകളോ കൂടി ഒപ്പം വേണം. നോക്കൂ നിങ്ങൾ, വളരെ ഗൗരവമാണ്. ഒരൊറ്റ ഹദീസ് കൂടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അയ്യുമമ്മാത്തിൻ. ഞാൻ ഇത് ഹദീസ് കൂടി പറയാൻ കാരണം, നമ്മളൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ നിന്ന് ഒരാൾ നാട്ടിലേക്ക് വരുമ്പോൾ ഭാര്യയോടുള്ള ഏറ്റവും വലിയ ഒരു സ്നേഹത്തിന്റെ ഭാഗമാണ് രാജബ്രൂട്ട് സ്പ്രേ കൊടുത്തയക്കാം, വിരോധമില്ല. പക്ഷെ ഭാര്യയോട് പറയാൻ ഒരു മനക്കരുത്ത് നമുക്ക് വേണം. പ്രിയപ്പെട്ട ഭാര്യ, ഞാൻ നല്ല സുഗന്ധമുള്ള ഒരു സെന്റ് കൊടുത്തയക്കുന്നുണ്ട്. അതെന്തിനാണ്? നീ പുറത്തേക്കിറങ്ങുമ്പോൾ ഉപയോഗിക്കാനല്ല. പിന്നെ എന്തിനാണ്? മുമ്പൊരിക്ക പാമ്പിന്റെ സ്വപ്നത്തിന്റെ ക്ലാസ്സിൽ അബൂ റയ്യാന്റെ ക്ലാസ്സിൽ ഞാൻ കേട്ടു, രാത്രി ഒരു പെണ്ണ് കിടന്നുറങ്ങുന്ന സമയത്ത് അവളുടെ ശരീരത്തിലുള്ള വസ്ത്രം വിയർപ്പിന്റെയോ മറ്റെന്തെങ്കിലും ദുർഗന്ധമുണ്ടാകുകയും അതോടൊപ്പം ശരീരത്തിൽ നിന്ന് ചില ഭാഗങ്ങളൊക്കെയും വെളിവാവുന്ന രൂപത്തിൽ കിടന്നുറങ്ങിയാൽ പൈശാചികമായ ജിന്നുകളുടെ നോട്ടം ആ പെണ്ണിലേക്ക് വരികയും അവസാനം വികാരം മൂട്ട് ആ പൈശാചികമായ ജിന്നു സ്ത്രീയുടെ ശരീരത്തിൽ കയറുമെന്നും ഞാനൊരു ക്ലാസ്സിൽ കേട്ടു. പക്ഷേ അതിന് പരിഹാരം വന്ന് അബൂ റയ്യാൻ പറഞ്ഞു, രാത്രി കിടക്കുന്ന സമയത്ത് ആ ദുഷിച്ചതായ വാസനയുള്ള വിയർപ്പിന്റെ വാസനയുള്ള വസ്ത്രങ്ങളൊക്കെയും മാറ്റി അലക്കി വൃത്തിയാക്കിയ ഒരു വസ്ത്രം ധരിച്ച് നല്ല സുഗന്ധം ഉപയോഗിച്ച് കിടന്നുറങ്ങുകയാണെങ്കിൽ ആ വീട്ടിൽ ശൈത്താനീയത്തിന്റെ ഷെറുണ്ടാവൂല, പൈശാചികമായ നോട്ടം നിന്റെ ശരീരത്തിലേക്കുണ്ടാവുകയില്ല. നമ്മുടെ വീട്ടിൽ റഹ്മത്തിന്റെ മലായിക്കത്തുകൾ ഇറങ്ങും. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ സെഞ്ചും കുപ്പി കൊടുത്തയക്കുന്നത്. നീ കല്യാണത്തിന് പോകുമ്പത്തേക്കാനല്ല, നീ വിരുന്നിന് പോകുമ്പത്തേക്കാനല്ല. ഞാൻ അന്നോട് ഇങ്ങനെ പറയാൻ കാരണം ഞാനൊരു ഹദീസ് കേട്ടു. എന്താണ് ഞാൻ കേട്ട ഹദീസ്? അയ്യുമമ്മാത്തിൻ, ഏതൊരു പെണ്ണും തഅത്തറത്ത്, അവളുടെ അത്തറ് പൂശി, ലിഗൈരി സൗജിഹാ, അവളുടെ ഭർത്താവ് അല്ലാത്തവർക്ക് വാനത്തിന് പോകുമ്പോ സുഗന്ധം ഉപയോഗിക്കുന്നത് ആർക്ക് വേണ്ടിയാ? നാട്ടുകാർ ശ്വസിക്കാൻ വേണ്ടിയിട്ടല്ലേ? അന്യപുരുഷന്മാർ ഈ വാസന ശ്വസിക്കാൻ വേണ്ടിയിട്ടല്ലേ? നേരെ മറിച്ച് ഭർത്താവ് നാട്ടിലുള്ളപ്പോൾ രാത്രിയിലും പകലിലൊക്കെയും സുഗന്ധം തേച്ച് നല്ല സ്മെല്ലിലാണ് ഈ പെണ്ണ് വീട്ടിൽ ഭർത്താവുള്ളപ്പോൾ താമസിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ, ഞാൻ അവസാനമായി ഈ ഹദീസ് പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. നിങ്ങൾ ഗൾഫിൽ നിന്ന് അത്തറ് കൊടുത്തയക്കുമ്പോൾ ഇനി മുതൽ ഇത് പറയാനുള്ള ഒരു തന്റേടം, ഒരു മതബോധം. ഇത്രയും സമയം നമ്മുടെ ലാപ്ടോപ്പ് ഉപയോഗിച്ചത് കലഞ്ചു വയ്ക്കാൻ, അത് കേൾക്കാൻ ഞാൻ നെറ്റ് റീചാർജ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ചില്ലറ സംഖ്യ നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് പോയി. അൽഹംദുലില്ലാഹ്, ഞാൻ ഇന്ന് അത്തറ് കൊടുത്തയക്കുമ്പോ ഈ ഒരു ഉപദേശം ഞാൻ എന്റെ ഭാര്യയ്ക്ക് കൊടുക്കുമെന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലൊക്കെയും എത്തിയാൽ നമ്മുടെ വേണ്ടി പ്രവർത്തിച്ചും അങ്ങനെ ഒരുപാട് പ്രവർത്തകന്മാരുടെ ഖബറിലേക്ക് നിങ്ങളുടെ ആ ഒരു ഉപദേശത്തിന്റെ മിസ്ലു സവാബ് അബൂ സഫ്വാൻ എന്ന ഐജയിലുള്ള ഖാലിദിക്കായുടെയും അങ്ങനെ ഈ KMIC തുടങ്ങാൻ ആരെല്ലാം പ്രവർത്തിച്ചുവോ, ഇത് നിലനിൽക്കുവാൻ വേണ്ടി ആരെല്ലാം സഹായിക്കുന്നുവോ അവരുടെ ഖബറുകളിലേക്കൊക്കെയും ഈ മിസ്ലു സവാബ് കിട്ടും. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദീസ് നിങ്ങൾ ഗൾഫിൽ നിന്ന് അത്തറ് കൊടുത്തയക്കുമ്പോൾ അല്ലെങ്കിൽ എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന സഹോദരിമാരോട്, നിങ്ങളുടെ ഭർത്താവ് ഒരു അത്തറിന്റെ കുപ്പി കൊടുത്തയച്ചാൽ ഞാൻ ഈ അത്തറിന്റെ കുപ്പി എന്തിനുപയോഗിക്കണമെന്ന് ചിന്തിക്കുന്നത് ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്. അയ്യുമമ്മഅത്തിൻ, ഏതൊരു പെണ്ണും
അത്തരത്ത് ആ പെണ്ണ് അത്തർ ഉപയോഗിച്ചു ലിഗൈരി സൗജിഹാ അവളുടെ ഭർത്താവ് അല്ലാത്തവൾക്ക് വേണ്ടി ഫഹിയ സാനിയത്തുൻ ആ പെണ്ണ് വ്യഭിചാരിയാൻ റസൂലുള്ളാഹിന്റെ ഹദീസ് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഫഹിയ സാനിയത്തുൻ ആ പെണ്ണ് വ്യഭിചാരിയാണ്. വകുല്ലു ഐനിൻ എല്ലാ കണ്ണും നളവത്ത് ഇലൈഹാ ഈ വാസന ശ്വസിച്ച കാരണം ആ പെണ്ണിലേക്ക് നോക്കുന്ന എല്ലാ കണ്ണും വഇലാ സീനത്തിഹാ ആ പെണ്ണിന്റെ ഭംഗിയിലേക്ക് നോക്കുന്ന എല്ലാ കണ്ണും വതീബിഹാ അവരുടെ സുഗന്ധം കാരണം അവനിലേക്ക് നോക്കുന്ന എല്ലാ കണ്ണും ഫഹിയ സാനിയത്തുൻ ആ കണ്ണുകളൊക്കെയും വ്യഭിചാരമാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട പുരുഷന്മാരെ, ഭർത്താക്കന്മാരായ പുരുഷന്മാരെ, ഞാൻ നിങ്ങളോട് വിനയത്തിന്റെ ഭാഷയിൽ എല്ലാവരോടുമല്ല ഇതുപോലത്തെ വിഷയങ്ങൾ ശ്രദ്ധിക്കാത്ത മുഅ്മിനീങ്ങളോട്, സാധാരണക്കാരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ അത്തറിന്റെ കുപ്പി കൊടുത്തയച്ചു, അവർ കല്യാണത്തിന് പോകുമ്പോൾ അത് പുലർത്തി, അങ്ങനെ അവർ അങ്ങാടിയിലേക്ക് ഇറങ്ങി, നല്ല സ്മെല്ല് വരുന്നു, രാജബ്രൂട്ട്, ഗൾഫിന്റെ രാജബ്രൂട്ട്, നല്ല സ്മെല്ലാണ്, എത്രയോ 3 കിലോമീറ്റർ ദൂരത്തേക്ക് അതിന്റെ വാസന എത്തുമത്രേ എന്നൊക്കെയും പറയുന്നത് കേൾക്കാം. സാന്ദർഭികമായി ഞാൻ അവരൊരു മസാല പറയട്ടെ, അത്തർ ഉപയോഗിക്കൽ സുന്നത്താണ്, പുരുഷന്മാർക്കൊക്കെ സുന്നത്താണ്. അത്തറിന്റെ അവിടെ മറ്റൊരു മസാലയുണ്ട്, അത്തർ ഒരാളോട് ചോദിക്കാൻ പാടില്ല. നമുക്ക് വേണമെങ്കിൽ പുകവലിക്കുന്നവനാണ്, ഒരു കാജാവൂരി കാത്തിക്കാൻ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 10 രൂപ കടം കാത്തിക്കാം, അല്ലെങ്കിൽ 5 വക ചായ വാങ്ങി കാത്തിക്കാൻ വേണമെങ്കിൽ പറയാം. ഒരാളുടെ കയ്യിൽ സെഞ്ചും കുപ്പി കണ്ടാല് ഒരാൾ എനിക്കതിന് കുറച്ച് സെഞ്ചു കൊണ്ടാണ് ചോദിക്കാൻ പാടില്ല, ചോദിക്കൽ കറാത്താണ്. എന്നാൽ ഒരാൾ ചോദിച്ചാൽ കൊടുക്കാതിരിക്കലും കറാത്താണ്. എന്റെ കയ്യിൽ ഒരു കുപ്പി സെഞ്ചു കണ്ടു, ആരോ കൊണ്ടുവന്ന് തന്നതാണ്. എന്റെ ജനൽക്കിരിക്കുന്ന സെഞ്ചും കുപ്പി കണ്ടപ്പോൾ എന്റെ റൂമിൽ വന്ന ഒരാൾ അബോയാനെ ഒരു കുപ്പി സെഞ്ചിക്കെന്നാൽ നിങ്ങളെ പെരയിൽ ഇഷ്ടം പോലെ സെഞ്ചുണ്ടല്ലോ എന്നാണ്. അപ്പൊ ഞാൻ അങ്ങനെ ചോദിക്കുന്നത് കറാത്താണ്. പക്ഷേ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ തരില്ല എന്ന് പറയാനും കറാത്ത്. മറ്റൊരു മസാല അത്തർ ഉപയോഗിക്കാം. പക്ഷേ ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ നല്ല സുഗന്ധമുള്ള അത്തർ വാങ്ങി തേക്കണം. എന്നിട്ട് എന്തായിരിക്കണം നമ്മുടെ നിയ്യത്ത്, അതായത് ഇത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ് എന്നുള്ള നിയ്യത്തിലായിരിക്കണം നമ്മളിത് തേക്കേണ്ടത്. നേരെ മറിച്ച് ഒരാൾ അത്തർ തേക്കുകയാണ് പള്ളിയിലേക്ക് പോകുമ്പോ, അല്ലെങ്കിൽ അങ്ങാടിയിലേക്ക് പോകുമ്പോ, അല്ലെങ്കിൽ ജമാഅത്തായി നിസ്കരിക്കാൻ പോകുമ്പോ, പക്ഷേ അത്തർ തേക്കുമ്പോ അവന്റെ മനസ്സിലുള്ള നിയ്യത്തെന്താ, എന്റെ അത്തറിന്റെ വാസന ശ്വസിച്ച് എല്ലാവരും എന്റെ ഭാഗത്തേക്ക് തിരിയണം എന്ന് വിചാരിക്കുന്ന പലവരും അത്തർ ഉപയോഗിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ ശിക്ഷയുടെ ഗൗരവം എന്താണെന്ന് ശിക്ഷ ഭയാനകമാണ്. അതിന്റെ ഒരു ഉദാഹരണം വന്ന് ഞാൻ പറഞ്ഞതെന്താണ്, ഒരു ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുന്ന സമയത്ത് ഇമാം റുകൂഇൽ നിന്ന് തല ഉയർത്തുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ സുജൂദ് തലത്തുന്നതിന് മുമ്പ് നിന്നും റുകൂഇൽ നിന്നും തല ഉയർത്തുന്നതിന് മുമ്പ് തല ഉയർത്തിയ മഅ്മൂമിന്റെ തല കൈതയുടെ രൂപത്തിലാക്കിയ സംഭവം ഈ ദുനിയാവിൽ സംഭവിച്ചിട്ടുണ്ട്. ഖിയാമത്ത് നോക്കിയാൽ കാണാം. ഞാൻ പറയുന്നത് ചില്ലറ വിഷയമാണ്. നല്ല സുഗന്ധമുള്ള അത്തർ എന്റേതാവണം. എല്ലാവരും പള്ളിയിലേക്ക് ചെല്ലുമ്പോ എന്നിലേക്ക് ശ്രദ്ധിക്കണം. അങ്ങനെ ആരെങ്കിലും സുഗന്ധം ഉപയോഗിച്ചാൽ കിതാബുകളിൽ കാണാം മുഅ്മിനീങ്ങളെ, നമ്മുടെ ജുമാഅത്ത് പള്ളിയുടെ ഏതെങ്കിലും ഒരു ജുമാഅത്ത് പള്ളിയുടെ ചാരത്തായിരിക്കും നമ്മളെ ഖബറടക്കിയിരിക്കുക. ആ ഖബറിൽ നിന്ന് നാളെ മഹ്ശറയിലേക്ക് ഫൈലാനഫിഖഫസ്സൂരി എന്ന് ആ സൂറന്ന കാഹലത്തിലുള്ള ആ
ജുമുഅത്ത് പള്ളിയുടെ ചാരത്ത് നിന്ന് മഹ്ശറയിലേക്ക് നീങ്ങുന്നത് മുഅ്മിനീൻ 4 ഉപചരിച്ചവന്റെ രൂപമല്ല സക്കാത്ത് കൊടുക്കാത്തവന്റെ രൂപം, പലിശക്ക് തിന്നുന്നവന്റെ രൂപം ഒന്ന് ഞാൻ വിഷയം പറഞ്ഞപ്പോ പറഞ്ഞു മാത്രം. ഒരു ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് പലിശ തിന്നുന്നവൻ പോകുന്നതിന്റെ രൂപം എങ്ങനെയാണ്? അവൻ ഇപ്പതേക്കൃത്ത കാരണം അവനിലേക്ക് മുമ്പിലേക്ക് നടക്കുക, അവനെ ആ വയറ്റിന്റെ തോലുകളും നിറഞ്ഞു കിടക്കുകയാക്കി വയവഴുവടങ്ങളെപ്പോലെ വയറും തീറ്റാനും പലിശ ഭോജി, പലിശക്ക് തിന്നവൻ, പലിശക്ക് വാങ്ങി തിന്നവൻ നാളെ ആഖിറത്തിലേക്ക് പോകുന്നത്. എന്നാൽ എന്റെ സുഗന്ധാൽ മഹ്ശറയിലേക്ക് അവൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ദുർഗന്ധമുള്ളവനായിട്ടാണ്. അവൻ മഹ്ശറയിലേക്ക് വരുമ്പോൾ മറ്റു മുഅ്മിനീങ്ങൾ മൂക്കുപൊട്ടുമത്രേ. എന്താ ഒരു ദുർഗന്ധമുള്ള ഒരു അവസ്ഥ വരുന്നു. നോക്കുമ്പോൾ ഒരാളതാ ആകെ ദുർഗന്ധമുള്ള ഒരാൾ മഹ്ശറയിലേക്ക് വരുന്നു. അവനാരാണെന്നറിയുമോ? എന്റെ സുഗന്ധമായിരിക്കണം മറ്റുള്ളവരുടെ സുഗന്ധത്തെക്കാൾ സ്മല്ല് എന്ന നിയ്യത്തിൽ സുഗന്ധം ഉപയോഗിച്ചവൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിഷയം ചെറുതാണ്, വളരെ ചെറുതാണ്. പക്ഷേ അതിനാലുള്ള നാളെ ആഖിറത്തിലെ ഭവിഷ്യത്ത് ഭയാനകമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. റസൂലുള്ളാഹിന്റെ സുന്നത്ത് എന്ന നിലക്ക് ഉപയോഗിക്കാനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കി, നിങ്ങൾ അത്തറിന്റെ കുപ്പി കൊടുത്തയച്ചു, അത് തേച്ചുകൊണ്ട് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ, നിങ്ങളൊന്ന് പറയുമ്പോ നിങ്ങൾ ആദ്യം തെറ്റിദ്ധരിക്കരുത്, ഞാൻ അറിയാതെ പറഞ്ഞതാണ്, ഞാൻ എന്റെ നന്നാക്കുന്നില്ല. നമ്മുടെ ഭാര്യ അത് ഉപയോഗിച്ച് കല്യാണത്തിൻ്റെ മുഖം കാണുന്നു, അവൻ നോക്കി വീണ്ടും നോക്കി, എങ്കിൽ ആ പുരുഷൻ വ്യഭിചാരിയാണ്. ആ പുരുഷനെ വ്യഭിചാരിയാക്കിയത് നിന്റെ പ്രവാസി ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്ത 1 റിയാലിന്റെ അത്തറ് നാട്ടിലേക്ക് കൊടുത്തയച്ച കാരണം മഹല്ലത്തിലെ എത്ര പേര് വ്യഭിചാരികളായി ചിന്തിക്കേണ്ടത്, അവരെ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ പ്രവാസി ഗൾഫ് ജീവിതത്തിൽ ഭാര്യയോടുള്ള സ്നേഹമെന്നോണം നല്ലൊരു രാജ്യഭൂട്ട് അത്ര വാങ്ങി നാട്ടിലേക്ക് കൊടുത്തയച്ചു, ഭാര്യയോടുള്ള സ്നേഹമായിരിക്കും. പക്ഷേ ഈ ഭാര്യയ്ക്ക് ഇത് തേക്കുന്നതിന്റെ പുറത്തേക്കിറങ്ങുമ്പോൾ തേക്കുന്നതിന്റെ ഗൗരവം നമ്മൾ പറഞ്ഞു കൊടുത്തില്ല. ആ അത്തറ് തേച്ചു ഭാര്യ പുറത്തേക്ക് പോയി, അങ്ങാടിയിലെത്തിയപ്പോൾ സുഗന്ധം മതിക്കുന്നു. എന്തോ സുഗന്ധം വരുന്നു. എല്ലാവരും നോക്കിയപ്പോൾ സുന്ദരിയായ പെണ്ണിയെ പിണക്കുന്നു. മറക്കണ്ട, അവരൊക്കെയും വ്യഭിചരിക്കുകയാണ്. അതോടൊപ്പം ആ പുരുഷന്മാരൊക്കെയും ഇവന്റെ ഭാര്യയിലേക്ക് നോക്കൽ കാരണം ഓരോരുത്തരുടെ ഓരോ പ്രാവശ്യത്തുള്ള നോട്ടത്തിനും പകരം ഓരോ തിന്മ ഈ ഭാര്യ ധരിക്കാതെ, ഞാൻ ഇതിന് അധ്വാനിച്ചത് താതി നനച്ച് കശന്തിയായി ഞാൻ അധ്വാനിച്ച നമ്മുടെ 1 റിയാല് ബോധവൽക്കരണമില്ലാതെ ഭാര്യക്ക് കാർഷിക്കുമാറാവട്ടെ. ഫഹിയസാനിയത്തും വലായുബലൗനില്ല, ശിക്ഷ കഴിഞ്ഞിട്ടില്ല, അള്ളാഹു സ്വീകരിക്കുകയില്ല. മിൻഹ, ആ പെണ്ണിൽ നിന്ന് സർഫൻ വല അദ്ലൻ, ഒരു നന്മയും അള്ളാഹു ആ പെണ്ണിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ഹത്താ തതൂബ ഇലൈഹി, ആ പെണ്ണ് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നത് വരെ.
ഞാൻ പറയുന്നത് പ്രവാസികളെ, നമ്മളൊക്കെ ഗൾഫുകാരെ നമ്മളൊക്കെ നാട്ടിലേക്ക് വരുമ്പോ, ഞാൻ ഗൾഫുകാരെ വിളിക്കാൻ കാരണം നമ്മളെ കേരളക്കാരുണ്ട്, അധികവും ഈ അത്രയ്ക്കും കൊണ്ടുവരിക ഗൾഫിൽ നിന്ന് വരുമ്പോഴാണല്ലോ. അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് റൂമിലുള്ള ആൾക്കാർക്കും അത്ര കൊടുത്തയച്ചോളൂ, എന്നിട്ട് നിങ്ങൾ പറയണോ നിങ്ങൾ അത്ര എനിക്ക് കല്യാണത്തിന് പോകുമ്പോ തേക്കാനല്ല, ഈ വിരുന്നിന് പോകുമ്പോ തേക്കാനല്ല, ഈ അത്തറ് ഇന്ന് അബൂ അയ്യാൻ പറഞ്ഞ മാതിരി അങ്ങനെ നേരത്ത് ശരീരത്തിൽ തേച്ച് നമ്മളെ കുട്ടികളെ മേത്തക്കും തേച്ച് വീട്ടിന്റെ അകത്തൊക്കെ അടക്കും തടക്കൊക്കെ ഒന്ന് തേച്ച് നല്ല സ്മെല്ല്, അങ്ങനെ മലായിക്കത്ത് നല്ല സ്മെല്ലിനോട്ടൊന്ന് ജിന്നു ശൈത്താൻ ഒഴിഞ്ഞു പോകും. അതുകൊണ്ട് മലായിക്കത്തിൽ അവിടെ വരും. അതുകൊണ്ടാണല്ലോ മരിച്ച മയ്യത്തിനെ കബറടക്കിയാൽ ആ മയ്യത്തിന്റെ കബറിന്റെ മുകളിൽ നല്ല മുല്ലപ്പൂവ് വെതര, അല്ലെങ്കിൽ നല്ല വാസനയുള്ള പൂവുണ്ടാവുന്ന ചെടികൾ കുഴിക്കുക. എന്തേ കാരണം? ആ വാസന കാരണം ആ കബറെടുക്കുന്ന ആ ദയാലിക്ക് ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കും. അപ്പൊ നല്ല സ്മെല്ലില്ലേതത്ത് പൊരുത്തപ്പെടുന്ന നജസ് കലരാത്ത, ആൽക്കഹോള് കലരാത്ത നല്ല സുഗന്ധമുള്ള സ്ഥലത്ത് റഹ്മത്തിന്റെ മലായിക്കത്തീകൾ വരും. നമ്മുടെ വീട് ആര് സംരക്ഷിക്കും? നമ്മൾ പല രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞേക്കാം, പക്ഷേ നമ്മുടെ വീട് സംരക്ഷിക്കാൻ ഒരു അത്തറ് തേച്ച് നല്ല സ്മെല്ല് നമ്മുടെ വീട്ടിൽ ഉണ്ടാവലോടുകൂടെ മലായിക്കത്തീങ്ങളുടെ പ്രയാണമാണ് ആ വീട്ടിലേക്കുണ്ടാവുന്നത് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് വളരെ സിമ്പിളായി നിസ്സാരമായി കാണുന്ന നമ്മൾ കാലോചിതമാം പുതുക്കലും സൗന്ദര്യങ്ങളും ബൈക്കിൽ യാത്ര ചെയ്യലും ഭാര്യയ്ക്ക് സ്കൂട്ടി വാങ്ങിക്കൊടുക്കലും അതൊക്കെ ഇപ്പൊ പറഞ്ഞാൽ ചിലപ്പം ഫുള്ളായി വിജയിച്ചോണം എന്നൊന്നില്ല. എങ്കിലും 100 ആൾക്കാരോട് പറയുമ്പോ ഒരു 10 ആണെങ്കിലും അതിന്റെ ഗൗരവം മനസ്സിലാക്കി വിഷയത്തിൽ നിന്ന് ഒരു അല്പം പിന്മാറ്റം കിട്ടിയാൽ അല്ലാഹുവിന്റെ നമുക്ക് പ്രതിഫലം കിട്ടും. അവന് ഞാൻ വേണ്ടുന്ന അള്ളാഹ് ഇസ്തിഹാദത്ത് അതുപോലെ വെച്ച് പറയുമ്പോ വിഷമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്നൊരാവശ്യമാവും. ഇന്ന് നിങ്ങളുടെ ഭാര്യ 30 വയസ്സുള്ള സ്ത്രീയാണ്, കറക്റ്റ് ഹൈലുണ്ടാവുന്നവരാണ്. അതാവ് 45 വയസ്സ് അതല്ലെങ്കിൽ 42 വയസ്സാവുന്ന സമയത്ത് ആകെ തകിടം മറിയുന്നു. ഏതാണ് ഹൈല്, ഏതാണ് ഇസ്തിഹാരത്തെന്നറിയാതെ നട്ടം തിരിഞ്ഞ് കുറെ നിസ്കാരങ്ങൾ കളാക്കി, കുറെ ഹൈല് കൊണ്ടുപോയിട്ട് കുറെ നിസ്കരിച്ച്, കുറെ ഇസ്തിഹാരത്ത് കൊണ്ടുപോയിട്ട് ഒഴിവാക്കി. എന്തെങ്കിലൊക്കെ ഒരു പരിഹാരം നമുക്ക് കിട്ടും മുഅ്മിനീങ്ങളെ. ഒരു വക്കത്ത് നിസ്കാരം ഒഴിവാക്കിയാൽ ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് 80,000 കൊല്ലം. 80,000 കൊല്ലം എന്റെ ഭാര്യയുടെ നിസ്കാരം കളാക്കി എന്റെ ഭാര്യ 80,000 കൊല്ലം നരകത്തിൽ കടക്കുന്നതിനു പകരം ഒരു ഭർത്താവ് ഒരു ഭാര്യയുടെ മാർബിടത്തിലായി നാളെ സ്വർഗീയ ലോകത്ത് ആനന്ദിക്കുന്നതിന്റെ കാലാവധി എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? ഞാനൊരു തമാശല്ല, നമ്മുടെ ദുന്യാവിലൊക്കെയും ഏറിക്കഴിഞ്ഞാൽ ഒരു ഭർത്താവിന്റെ മാർബിടത്തിൽ ഒരു ഭാര്യക്ക് കിടക്കാൻ എത്ര മിനിറ്റ് സാധിക്കും? അതിൻ്റെതായ ദീർഘം ഞാൻ പറയണ്ടല്ലോ, ഞങ്ങൾക്ക് കേൾക്കണോ? 4 സ്വർഗീയ ലോകത്ത് ഒരു ഭർത്താവ് ഒരു ഭാര്യയുടെ മാർബിടത്തിൽ കിടക്കുന്നത് 80,000 കൊല്ല.
80,000 കൊല്ലം കഴിഞ്ഞാലും പൂതി തീരൂല. അതാണ് സ്വർഗം. അതുകൊണ്ട് എന്റെ ഭാര്യയുടെ ദേഹത്ത് ഞാൻ 80,000 കൊല്ലം സ്വർഗീയ ലോകത്ത് ആനന്ദിക്കണമോ, അതല്ല എന്റെ ഭാര്യയെ 80,000 കൊല്ലം നരകത്തിൽ കടത്തണമോ എന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ട പുരുഷന്മാരോടാണ് ഞാൻ ഇത്രയും വിഷയം സമർപ്പിച്ചത്. അല്ലാഹു തആല നമ്മുടെ ഭാര്യന്മാരെയും പെമ്മക്കളെയും പെങ്ങന്മാരെയും നമുക്ക് ബന്ധപ്പെട്ട എല്ലാവരും, ഞാൻ ഇന്നലെ ഉണർത്തിയതുപോലെ നമ്മളെ കിമ്മാര് മരിച്ചുപോയി, പിന്നെ നമ്മളെ മൂത്തന്മാരും ഇളയന്മാരൊക്കെ കാലം നമ്മളെ വളർത്തിയിട്ട് മദ്രസയ്ക്കും സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ച് പിന്നെ അവർ ഗൾഫിലേക്കൊക്കെ വന്ന് ആ മൂത്തന്മാർക്കൊന്നും ഒരു വിവരം ചിലപ്പോൾ ഉണ്ടാവില്ല. അവർക്കും വെറും സാധാരണ സ്ത്രീകളാകും. ഇതിനൊക്കെ സംബന്ധിച്ച് അങ്ങനത്തെവർക്കൊക്കെ നമുക്ക് പറഞ്ഞു നിൽക്കാൻ വയ്യെങ്കിലും നമ്മുടെ ലോകം എന്നുള്ള അത് ചതിക്കുയ്ത വക്കാണ്. അതുപോലെ അതിന് നല്ല ഉപകാരങ്ങളും നമുക്ക് ഈ ആധുനിക ടെക്നോളജിയിലൂടെ സാധിക്കുന്നുണ്ട്. നമുക്ക് ഉപകരിക്കുന്ന ടെക്നോളജിക്ക് ഉപയോഗിച്ച് ഇങ്ങനത്തെ ഇസ്ലാമിക വിഷയങ്ങളൊക്കെയും എത്തിച്ച്, അതുപോലെ തന്നെ നമ്മുടെ KMIC-യിൽ ഓരോ സമയത്തും പ്രത്യേകിച്ച് നമ്മുടെ അബുസിനാൻ ഉസ്താദിന്റെ ഓരോ ഖുർആനിൽ എന്ന ആയത്തോതിയാൽ ഇന്ന ബറക്കത്ത്, ഇന്ന ഉപകാരം, ഇന്ന മംഫഅത്ത്, അങ്ങനത്തതൊക്കെയും കേൾപ്പിച്ച് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ തൈബയിലുള്ള സക്കാത്ത് ഉസ്താദ് പറഞ്ഞ മാതിരി ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലെന്ന് പാവഞ്ഞു നീലയിക്കാമോ പൂവേ, അല്ലൽ പാവഞ്ഞു മാകുന്താമോ കോവേ, തന്നിഷ്ടം വിട്ടാമേ എന്ന് പറഞ്ഞില്ല, ഞാൻ വരി ഓർമ്മ വരുന്നില്ല. അപ്പൊ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ പോവണം. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ന്യായീകരിക്കും കേട്ടോ, ഈ അത്തരൊന്നും ഉപയോഗിക്കാൻ ഇങ്ങനെ പാടില്ല, കല്യാണത്തിന് പോകുമ്പോൾ അത്തരൊന്നും തേക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പല ന്യായീകരണങ്ങളും പലവരും നൽകിയേക്കാം. പക്ഷെ ന്യായീകരണം കൊണ്ട് ദുന്യാവിന് രക്ഷപ്പെടും, ആഖിറം രക്ഷപ്പെടൂല. മുമ്പ് കബറടക്കുന്ന മനസ്സിലാക്കി, പക്ഷെ മയ്യത്ത് കബറിലേക്ക് ചാടിയപ്പം മക്കൾ ചൂടായി, എന്താ മുക്കിലാക്ക നിങ്ങൾ കാട്ടിയത് എന്ന് വെച്ച് മൊല്ലാക്ക കുയ്യ മുക്കിരി പറഞ്ഞു, കബറിക്ക് ചാടിയതിന് ഞാൻ എന്താ കാട്ടുകയെന്ന് വെച്ച് മൊല്ലാക്ക തൽക്കാലത്ത് നല്ലതിലൂടെ ഇനി വളർന്നു വലുതാവുന്ന ഒരുപാട് ചെറുപ്പക്കാർ കല്യാണം കഴിക്കാത്തവരൊക്കെ ഉണ്ട്. അവരൊക്കെയും ഇതുപോലത്തെ വിഷയം, നമ്മുടെ ഭാര്യ നമുക്ക് സ്വർഗത്തിലാണ് വേണ്ടത്, ദുന്യാവിന് 10 ആളെ കാണിക്കലല്ല നമ്മുടെ ലക്ഷ്യം. ആ മനസ്സുണ്ടാവും. ആ പെങ്ങളെ നാളെ സ്വർഗത്തിലുണ്ടാവണം, എന്റെ അമ്മ നാളെ സ്വർഗത്തിലുണ്ടാവണം, എന്റെ മൂത്തമ്മ നാളെ സ്വർഗത്തിലുണ്ടാവണം, എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉമ്മ മരിച്ച് എനിക്ക് മുല തന്നു വളർത്തിയത് വല്യമ്മ സ്വർഗത്തിലെത്തണം. ഇതാണ് നമ്മുടെ ചിന്ത വരേണ്ടത്. അള്ളാഹു അങ്ങനത്തെ ചിന്തയിലേക്ക് നമ്മൾ എത്തിക്കുമാറാവട്ടെ. ജന്മസനത്തിൽ ഒരുപാട് സഹോദരി നിസ്സാര വിഷയങ്ങളുടെ ഗൗരവം മുന്നോട്ട് ഇൻഷാ അല്ലാഹ് ഇനി ക്ലാസ് എന്തെങ്കിലും അറിയില്ല. ഏതായാലും ഞാൻ നിസ്കരിച്ചിട്ടില്ല, നിസ്കാരം കഴിഞ്ഞ് ഇന്ന് ക്ലാസ്സുകളൊന്നുമില്ല, വൈകുന്നേരത്തിൽ ലൈവില്ല. ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും ലൈവുണ്ട് നമ്മളെ ആരെങ്കിലും അടിമിനിമാര് അഷ്റഫ് വരില്ല എന്നുണ്ടോന്ന് അങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റും. മമ്പാട് സക്കാഫിന്റെ സക്കിയമ്പാട് സക്കാഫി നമ്മൾ റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ക്ലാസ് റൂമിലുള്ള ടെസ്റ്റ് ചെയ്യുമ്പോ എല്ലാവരും വായിക്കും, സക്കമിന്റെയും നമുക്കറിയല്ലോ. അത് നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടാവും, അതൊക്കെ കേൾക്കുക. അതേ ജനങ്ങളെ നമുക്ക് ബോധവൽക്കരണം നടത്താം. ഇൻഷാ അല്ലാഹ് നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ അബുസിനാൻ ഉസ്താദൊക്കെ ക്ലാസ് റൂമിൽ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ വരിക, അല്ലെങ്കിൽ നമസ്കാരം കഴിഞ്ഞ് നമുക്ക് വരാം. നമുക്ക് ആ ജംഇന്റെ മസലക്ക് വളരെ ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ. ജംഇന്റെ ഒക്കെ മസല വരുമ്പോൾ ഒരുപാട് മസല കൂടെ കയറി പോകാറുണ്ട്. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഇതൊക്കെ ആവശ്യമാണ് എന്ന് ബോധം വരിക. അല്ലാഹു തആല പഠിക്കാനും പറയാനും കേൾക്കാനും തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് പറ്റാവുന്ന വേറെ ഏതെങ്കിലും ഉസ്താദന്മാരെ ക്ലാസ് റൂമിലേക്ക് ക്ഷണിച്ച് തൽക്കാലം ദുആ വസിയത്തോടുകൂടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം ക്ലിയർ അല്ലേ? അൽഹംദുലില്ലാഹ്. നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുർ റയ്യാൻ ഉസ്താദ് മാഷാ അല്ലാഹ് ഒരുപാട് സമയം നമുക്ക് വേണ്ടിയിട്ട് നല്ല ക്ലാസ്സാണ് എടുത്തു തന്നത്. റബ്ബു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്കറിയാം, ഇന്നലെ രാത്രിയൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. ഒരുപാട് സമയം, ഏകദേശം നാട്ടിലെ 2 മണിക്ക് ശേഷം ഉസ്താദ് നമ്മുടെ ക്ലാസ് റൂമിൽ പോകുന്നതിന്റെ കട അടക്കുന്നതിന്റെ കുറച്ച് മുമ്പായിട്ട് ഉസ്താദ് ഉണ്ട് ക്ലാസ്സിൽ. ഇപ്പോ കട തുറന്ന് വന്ന് നോക്കുമ്പോൾ ഉസ്താദ് ഉണ്ട് ക്ലാസ്സിൽ. മാഷാ അല്ലാഹ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഉസ്താദിനും ഉസ്താദിന്റെ ബന്ധപ്പെട്ട എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പിന്നെ ഒരു സുഹൃത്ത് അടിക്കുന്നതൊക്കെ. അപ്പോ അൽഹംദുലില്ലാഹ്, ഉസ്താദിന്റെ ക്ലാസ് ഒരുപാട് പ്രവർത്തകർ, ഒരുപാട് കുടുംബങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ അൽഹംദുലില്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല ഉസ്താദിന് ഒരുപാട് ഇൽമു നാഫിയായ ഇൽമു പഠിക്കാൻ, നമുക്കൊക്കെ അത് നുകർന്നു തരാൻ, നമുക്ക് എല്ലാവർക്കും അതെല്ലാം ജീവിതത്തിൽ പകർത്താനും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോ അത്തറിന്റെ കച്ചവടം തുടങ്ങാമോ? അത്തറിന്റെ കച്ചവടം തുടങ്ങാം, ഒന്നും കുഴപ്പമില്ല. ആൽക്കഹോൾ ഇല്ലാത്തത് കച്ചവടം ചെയ്യാം. നിങ്ങൾ തുറക്കുന്ന കട എവിടെ എന്ന് പറഞ്ഞാൽ മതി, അല്ലേ? ഉസ്താദ് നേരത്തെ പറഞ്ഞിരുന്നു അത്തർ ചോദിക്കരുതെന്ന്. അപ്പൊ കട തുടങ്ങിയാൽ പിന്നെ അവിടെ വന്ന് ചോദിക്കാവോ എന്നൊരു ചോദ്യം വേറെ ഉണ്ടാവും. അങ്ങനെ ഉസ്താദ് പറഞ്ഞത്, നമ്മളൊരാളെടുത്ത് അത്തർ കണ്ടാല് അത് ചോദിക്കരുതെന്ന് ആണ്. അതായത് അത്തർ കണ്ടാൽ അദ്ദേഹത്തോട് എനിക്ക് അത്തർ തരുമോ എന്ന് അങ്ങനെ ചോദിക്കരുത്. അല്ലാതെ കടയിൽ പോയിട്ട് കടയിൽ നിങ്ങൾ അത്തർ കച്ചവടം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് അത് ചോദിക്കാൻ പറ്റുമെന്നല്ല. അത് നിങ്ങൾ തുടങ്ങിയ കട നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. പിന്നെ അവിടുന്ന് നമ്മൾ തീരുമാനിച്ചോളാം എങ്ങനെയാണ് അതിന്റെ മസാല തിരിച്ചു വെക്കേണ്ടതെന്നുള്ളത്. അൽഹംദുലില്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല നല്ല ബിസിനസ്സുകളും കാര്യങ്ങളും തുടങ്ങാനൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ അത്തർ തരുമെന്നൊക്കെ ചോദിച്ചിരുന്നു. ഇനിയിപ്പോ അവര് ചോദിക്കൂലെന്ന് തോന്നി. ചോദിച്ചാല് കൊടുക്കാതിരിക്കലും കറാത്താണ് എന്ന് ഉസ്താദ് പറഞ്ഞത് നമ്മൾ കേട്ടു. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ചോദിക്കാതെ തന്നെ ഒരുപാട് കൊടുക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ അബൂ അസ്ലം ഉസ്താദ്, ഞാൻ ചോദിക്കാതെ തന്നെ മൂപ്പര് ഏകദേശം 15ഓളം നല്ല ക്രിസ്റ്റലിന്റെ കുപ്പിയിലുള്ള അത്തർ, പല ഐറ്റത്തിലുള്ള അത്തർ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഇവിടെ മദീനത്ത് വന്നിരുന്നു. അപ്പൊ അദ്ദേഹം കൊണ്ടുവന്നതാണ്. അതിന് ആരെങ്കിലും ഇങ്ങനെ വരുമ്പോ തിരിച്ച് അവർക്ക് തന്നെ കൊടുക്കും. ആരെങ്കിലും ഒക്കെ വിചാരിച്ചിട്ട് ഇനിയിപ്പോ എല്ലാവരും കൂടി അത്തറിന് വേണ്ടിയിട്ട് ചോദിക്കാതെ കിട്ടുന്ന വിചാരിച്ചിട്ട് ഇങ്ങോട്ട് ഓടി വരണ്ട. മദീനത്തേക്ക് ഹബീബ് റസൂൽ 15 കുപ്പി നല്ല ക്രിസ്റ്റലിന്റെ നല്ല രസമുള്ള കുട്ടികൾ. അതൊന്ന് ഇൻഷാ അല്ലാഹ് 1-2 നമ്മുടെ അബൂ റയ്യാൻ ഉസ്താദിനുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നാട്ടിലെ അത് എത്തിച്ചു തരുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല കാരണം ഉസ്താദ് അത്തറിനെ കുറിച്ചുള്ള ക്ലാസുകളൊക്കെ എടുത്തു തന്നിട്ടുണ്ടെന്ന്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഒരുപാട് പ്രാവശ്യം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് മദീനയിൽ വരാനും ഹബീബിന്റെ ചാരത്തൊക്കെ വന്ന് സിയാറത്ത് ചെയ്യാനുമുള്ള തൗഫീഖ്